എല്ലാവർക്കും നമസ്കാരം. അഫോറിസംസ് ഓൺ ലൈഫ് എന്ന് പറയുന്ന ടെക്സ്റ്റിനെ ബേസ് ചെയ്തുള്ള ക്ലാസ്സിന്റെ മറ്റൊരു സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന അഫോറിസംസ് എന്ന് പറയുന്നത് ലക്ഷ്യങ്ങൾ എങ്ങനെ സെറ്റ് ചെയ്യാം ഇതിനെ കുറിച്ചിട്ടുള്ളതാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു, ജീവിതത്തിൽ നമ്മുടെ പൊട്ടൻഷ്യൽ, നമ്മുടെ സാധ്യതകൾ പുറത്തു വരണമെങ്കിൽ അതിന് രണ്ട് കണ്ടീഷൻ ഉണ്ട്. ഒന്നുകിൽ നമുക്ക് ഉത്തമമായ ഒരു ലക്ഷ്യം വേണം, നമ്മളെ രാവിലെ ഉണരാൻ പ്രേരിപ്പിക്കുന്ന, നമ്മളെ തുടിക്കുന്ന ഹൃദയവുമായി ഉണരാൻ പ്രേരിപ്പിക്കുന്ന ഉത്തമമായ ഒരു ലക്ഷ്യം മുമ്പിലുണ്ടാവണം. അതല്ലെങ്കിലോ രണ്ട് പ്രതിസന്ധികൾ, നമ്മുടെ ജീവിതത്തെ ചോദ്യം ചെയ്യുന്ന പ്രതിസന്ധികൾ വന്ന് മുമ്പിൽ നിൽക്കുമ്പോഴാണ് നമ്മൾ നമ്മുടെ എല്ലാ കഴിവുകളും പുറമെ കൊണ്ടുവരുന്നത്. അതിനു വേണ്ടിയിട്ടാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. നമ്മളുടെ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്ത് പുറത്തു വന്ന് നമ്മളെ ഗ്രോത്ത് സോണിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് പ്രതിസന്ധികളുടെ ഉദ്ദേശം. ഈ രീതിയിലാണ് നമ്മൾ അതിനെ കണ്ടത്. ഇന്ന് എങ്ങനെയാണ് ലക്ഷ്യങ്ങൾ, എന്തൊക്കെയാണ് ലക്ഷ്യങ്ങൾ, ഇതിനെ കുറിച്ചിട്ടുള്ളതാണ് ഇന്നത്തെ അഫോറിസംസ്. നമുക്ക് അഫോറിസംസിലേക്ക് പോകാം. ദ്വിവിധം ഹി ലക്ഷ്യം പ്രാഥമികം ചരമം ച ഏതയോർ മധ്യേ സാമഞ്ജസ്യം ആവശ്യകം. ലളിതമാണ്. രണ്ട് തരത്തിലാണ് ലക്ഷ്യങ്ങൾ. ജീവിതത്തിൽ മനുഷ്യന് ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കേണ്ടത് രണ്ട് പ്രകാരത്തിലാണ്. പ്രാഥമികം ചരമം ച. പ്രാഥമികം എന്ന് പറഞ്ഞാൽ പ്രിലിമിനറി അല്ലെങ്കിൽ പ്രൈമറി അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ഗോൾസ്. പിന്നെയോ ചരമം ച, അൾട്ടിമേറ്റ് ഗോൾസ്. ആത്യന്തികമായ ലക്ഷ്യവും ഉണ്ടാവണം, ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ലക്ഷ്യങ്ങളും ഉണ്ടാവണം, അല്ലെങ്കിൽ പ്രാഥമികമായ ലക്ഷ്യങ്ങളും ഉണ്ടാവണം. നമുക്ക് ആദ്യം ഇതിലേക്ക് തന്നെ പറയാം. രണ്ടാമത് പറയുന്നത് ഏതയോർ മധ്യേ സാമഞ്ജസ്യം ആവശ്യകം എന്നാണ്. ഇതിന് രണ്ടിനും മധ്യേ ഹാർമണി ഉണ്ടായിരിക്കണം. രണ്ടും തമ്മിൽ കോൺട്രാഡിക്ടറി ആവരുത്. അതായത് എനിക്ക് നല്ല ആരോഗ്യം വേണമെന്നാണ് ഞാൻ ആദ്യം വെക്കുന്ന ഒരു ലക്ഷ്യം. രണ്ടാമത്തെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഞാൻ ദിവസം ഒരു നേരം മാത്രമേ ഭക്ഷണം കഴിക്കുകയുള്ളൂ. അപ്പം ഇത് തമ്മിലൊരു കോൺട്രഡിക്ഷൻ ഉണ്ട്. മനസ്സിലായില്ലേ? അപ്പം ആവശ്യത്തിന് ഭക്ഷണവും വ്യായാമവും ആണ് ആരോഗ്യത്തിലേക്ക് വേണ്ടത്. അതുകൊണ്ട് അതൊരു ഉദാഹരണം പറഞ്ഞതാണ്. ശരി, നമുക്ക് എന്താണ് ഈ പ്രാഥമിക ലക്ഷ്യങ്ങൾ? പ്രാഥമിക ലക്ഷ്യങ്ങൾ എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് മെറ്റീരിയൽ ആയിട്ടുള്ള ഗോൾസ് ആണ്. നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ മനുഷ്യരായിട്ട് ഈ ലോകത്ത്, നേരത്തെ പറഞ്ഞ പോലെ ഹൈപ്പർ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു ലോകത്ത് ജീവിച്ചിരിക്കുമ്പോൾ നമ്മളെ ആലസ്യത്തിലേക്ക് കൊണ്ടുപോകാൻ സമ്മതിക്കാതെ നമ്മളുടെ സമയം വളരെ വിലപിടിച്ചതാ. സമയത്തെ നഷ്ടപ്പെടുത്താതെ നമുക്ക് ലക്ഷ്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് സമയം നമ്മൾ വൃഥാ പാഴാക്കുകയില്ല. നമുക്ക് ജീവിക്കാൻ ഒരു ഡ്രൈവ്, നമുക്കൊരു തള്ളലുണ്ടാകും. പുറത്തു നിന്ന് നമുക്കൊരു ഊർജം വന്നുകൊണ്ടിരിക്കും. ഇത്തരം കാര്യങ്ങൾക്കായിട്ട് നമുക്ക് ഭൗതികമായ ലക്ഷ്യങ്ങൾ വേണം ഈ ലോകത്ത് ജീവിച്ചിരിക്കുമ്പോൾ. ഭൗതികമായ ലക്ഷ്യങ്ങൾ എന്ന് പറയുമ്പോൾ ലക്ഷ്യങ്ങളില്ലാത്ത ആരുമില്ല എന്ന് എനിക്കറിയാം. എല്ലാ മനുഷ്യർക്കും ഓരോ ലക്ഷ്യങ്ങളുണ്ട്. വീട് വെക്കണം, കാറ് വാങ്ങണം, ലോൺ എടുക്കണം, ഇങ്ങനെ ധാരാളം ലക്ഷ്യങ്ങളുമായിട്ടാണ് എല്ലാവരും. പിന്നെന്തിനാണ് പുതിയൊരു ലക്ഷ്യം എന്നൊക്കെ ആയിരിക്കും നമ്മൾ വിചാരിക്കുന്നത്. എന്നാൽ അങ്ങനെയല്ല. ലക്ഷ്യങ്ങളെ കുറിച്ച് പറയുന്നത് അവ സ്പെസിഫിക് ആയിരിക്കണം. അതുപോലെ അവ വളരെ ക്ലാരിറ്റിയിൽ നിന്ന്, വ്യക്തതയിൽ നിന്നാണ് ലക്ഷ്യങ്ങൾ ഉണ്ടാവേണ്ടത്. ഇപ്പൊ ഞാൻ ഭൗതികമായ ലക്ഷ്യങ്ങൾ നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ, ഗോൾസ് സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ചില റൂൾസ് ഫോളോ ചെയ്യാറുണ്ട്. അതിൽ ഒരു റൂൾ എന്ന് പറഞ്ഞാൽ, സ്മാർട്ട് എന്ന് പറയുന്ന റൂൾ നിങ്ങൾക്കറിയാം. സ്പെസിഫിക് ആയിരിക്കണം, മെഷറബിൾ ആയിരിക്കണം, അതുപോലെ പിന്നെന്തൊക്കെയാ, സ്പെസിഫിക് ആയിരിക്കണം, മെഷറബിൾ ആയിരിക്കണം, അച്ചീവബിൾ ആയിരിക്കണം, അത് റിയലിസ്റ്റിക് ആയിരിക്കണം, പിന്നെയോ റിലവന്റ് ആയിരിക്കണം, ടൈം ബൗണ്ട് ആയിരിക്കണം. എല്ലാത്തിനും ഒരു ടൈം വെക്കണം. ടൈം വെച്ചില്ലെങ്കിൽ അത് അങ്ങനെ തന്നെ ഇരിക്കും. അപ്പോ സ്മാർട്ട് എന്ന് പറയുന്ന ഒരു മെത്തേഡ് ഉണ്ട്. അതല്ല നമ്മൾ ഇന്ന് നോക്കുന്നത്. നമുക്ക് ആദ്യം വേണ്ടത് സ്പെസിഫിക് ആയിരിക്കണം. അതായത് ക്ലാരിറ്റിയാണ് അത്യാവശ്യം. എന്താണ് എനിക്ക് വേണ്ടത്? എനിക്കിപ്പോ ലക്ഷ്യങ്ങൾ ഉണ്ടല്ലോ അല്ലേ? ലക്ഷ്യങ്ങളില്ലാതെ ആരും ഇല്ലെന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു. പക്ഷെ അതല്ല, നമുക്ക് വ്യക്തത വേണം. എൻ്റെ ഉള്ളിലുള്ള കഴിവുകളുടെ പ്രകാശനമാണ് ആയിരിക്കണം എൻ്റെ ലക്ഷ്യം. അതല്ലാതെ മറ്റുള്ളവർ എന്ത് ചെയ്തു എന്ന് നോക്കിയിട്ട് ഞാൻ എൻ്റെ ലക്ഷ്യം വെക്കരുത്. മറ്റുള്ളവര് ജോലിക്ക് വേണ്ടി കഷ്ടപ്പെടുന്നു, മറ്റുള്ളവർ വിവാഹം കഴിക്കുന്നു, മറ്റുള്ളവർ ഫാമിലി റൈസ് ചെയ്യുന്നു, മറ്റുള്ളവർ ലോൺ എടുക്കുന്നു, മറ്റുള്ളവർ വീട് പണിയുന്നു. അത് നോക്കിയിട്ട് നമ്മൾ നമ്മുടെ ലൈഫിനെയും അതുപോലെ സെറ്റ് ചെയ്യരുത്.
കാര്യം നമ്മളെല്ലാവരും വ്യത്യസ്തമായ ടൈം സോണുകളിലാണ് ജീവിക്കുന്നത്. നമ്മളെല്ലാം വ്യത്യസ്തമായ കഴിവുകളുള്ളവരാണ്, വ്യത്യസ്തമായ ഓറിയന്റേഷൻ ഉള്ളവരാണ്. എല്ലാവർക്കും പാകമായിട്ടുള്ള ഒരു ജീവിതമോ ലക്ഷ്യമോ ഇല്ലാത്തത് കൊണ്ട് തന്നെ അവരവരുടെ ലക്ഷ്യം പ്രത്യേകമായി കണ്ടെത്തി ഫിക്സ് ചെയ്യും. അതിന് നമുക്ക് ആദ്യം വേണ്ടത് വ്യക്തതയാണ്. നമ്മളെക്കുറിച്ച് വ്യക്തത ഉണ്ടായിരിക്കണം, ധാരണ ഉണ്ടായിരിക്കണം. അതിനാണ് ഒരു 80-20 റൂൾസ് നമ്മളെ സഹായിക്കുന്നത്. 80-20 റൂൾസ് നമ്മൾ എങ്ങനെയാണ് വ്യക്തതയ്ക്ക് വേണ്ടി ഉപയോഗിക്കുക എന്നാണ് പറയാൻ പോകുന്നത്. നമ്മൾ നമ്മുടെ ലക്ഷ്യങ്ങൾ കണ്ടെത്തുന്നതിന് ആദ്യം എന്തൊക്കെയായിരിക്കണം എൻ്റെ ലക്ഷ്യങ്ങൾ എന്ന് എനിക്ക് അറിയണമെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ആദ്യം നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ, നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളുടെ ഒരു വലിയ ലിസ്റ്റ് ഉണ്ടാക്കുക. വലിയ ലിസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു 20 ആയിക്കൊള്ളട്ടെ. 20 നമ്മൾ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന, നമ്മൾ ചെയ്യാൻ അത്രയധികം ആഗ്രഹിക്കുന്ന, ചെയ്യുമ്പോൾ നമ്മൾക്ക് ആനന്ദം കിട്ടുന്ന ഒരു 20 കാര്യങ്ങൾ നമ്മൾ പേപ്പറിൽ എഴുതി വെക്കുക. ഈ 20നെ നമ്മൾ എന്ത് ചെയ്യണം? എഴുതി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതൊന്ന് വായിച്ചു നോക്കിയതിന് ശേഷം ഇതിൽ നിന്ന് 10 എണ്ണം മാത്രമേ എനിക്ക് എടുക്കാൻ സാധിക്കുകയുള്ളൂ. 10 എണ്ണം ഞാൻ എന്ത് ചെയ്യണം? എലിമിനേറ്റ് ചെയ്യണം എന്ന് ഒരു സ്റ്റേജിലേക്ക് നിങ്ങൾ നിങ്ങളെ തന്നെ കൊണ്ടുവരിക. എന്നിട്ട് ഈ 20ൽ നിന്ന് 10 എണ്ണത്തെ എന്ത് ചെയ്യണം? വെട്ടണം. വെട്ടിയേ തീരൂ. അവിടെ എന്തൊക്കെ പ്രയോറിറ്റി എന്ന് വെച്ചാൽ നമുക്ക് തന്നെ വരും. ഇപ്പം 2 ലക്ഷ്യങ്ങൾക്കിടയിൽ ഏതാണ് പ്രധാനമെന്ന് നമുക്ക് തന്നെ അറിയാൻ പറ്റും. 20നെ 10 ആക്കുക അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. അത് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. അങ്ങനെ നമ്മൾ 10 ലക്ഷ്യങ്ങളാക്കി അതിനെ ആദ്യം ചുരുക്കി. ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അതിനെ വീണ്ടും ഒന്ന് വായിച്ചു നോക്കിയതിന് ശേഷം ആ 10നെ നമ്മൾ ഏറ്റവും ചെറുതാക്കി ചുരുക്കി കൊണ്ടുവരണം. അതിനെ 2 ആക്കിയിട്ടാണ് നമ്മൾ ചുരുക്കേണ്ടത്. 10നെ 2 ആക്കി ചുരുക്കണം. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട, നമ്മുടെ ജീവിതത്തിന് അത്രമേൽ പ്രധാനമായിരിക്കുന്ന 2 ലക്ഷ്യങ്ങളെ എടുക്കണം. ആ 2 എണ്ണത്തിൽ നിങ്ങളുടെ ജീവിതത്തിന്റെ സന്തോഷവും, നിങ്ങളുടെ ജീവിതത്തിന്റെ ആനന്ദവും, നിങ്ങളുടെ ജീവിതത്തിന്റെ ഊർജവും എല്ലാം അതിലുണ്ടായിരിക്കും. ഇത് 101% സത്യമാണ്. ഈ 20നെ 2 ആക്കി ചുരുക്കിയതോടുകൂടി ഈ 2 എണ്ണത്തിനെയും പിന്തുടർന്നാൽ ജീവിതത്തിൽ ആനന്ദം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ജീവിതത്തിൽ നമുക്ക് സെൽഫ് വർത്ത് ഉണ്ടായിരിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ജീവിതത്തിൽ നമുക്ക് നിറവുണ്ടായിരിക്കും എന്നുള്ള കാര്യത്തിൽ നമുക്കൊരു സംശയവും വേണ്ട. നമ്മൾ ഒരു വിജയിച്ച മനുഷ്യനായി നമുക്ക് തന്നെ തോന്നും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഇനി അതിൽ നിന്ന് ഇൻകം ജനറേറ്റ് ചെയ്യണം എന്നൊക്കെ ഉള്ളത് മറ്റൊരു വിഷയമായതുകൊണ്ട് ഞാൻ അതിലേക്ക് തൽക്കാലം ഇപ്പോൾ പോകുന്നില്ല. അത് നമുക്ക് മറ്റേതെങ്കിലും ഒരു പുസ്തകം എടുക്കുമ്പോൾ, സൈക്കോളജി ഓഫ് മണിയോ അങ്ങനെ ഏതെങ്കിലും ഒരു പുസ്തകം എടുക്കുമ്പോൾ അത് പറഞ്ഞു തരാം. ഇപ്പൊ നമ്മൾ ഇത്രമാത്രം മനസ്സിലാക്കിയിരിക്കുക, വ്യക്തത വേണം. എനിക്ക് ജീവിതത്തിൽ എന്താണ് വേണ്ടതെന്നുള്ള വ്യക്തത വേണം. ആ വ്യക്തതയ്ക്ക് ഈ മെത്തേഡ് നിങ്ങളെ സഹായിക്കും. ഇത് ചെയ്യാനിരിക്കുമ്പോൾ മനസ്സ് ശാന്തമായിരിക്കട്ടെ, ഏകാഗ്രമായിരിക്കട്ടെ, മറ്റ് യാതൊരു ശല്യങ്ങളുമില്ലാതെ ഏകാന്തമായി ഏകാഗ്രതയോടുകൂടി ഇരുന്ന് ഇത് പൂർത്തീകരിക്കുക. 80-20 ആണിത്. 80-20 റൂൾ എന്ന് പറയുന്നത് ഇറ്റലിയിലെ ഒരു ശാസ്ത്രജ്ഞൻ കണ്ടുപിടിച്ചതാണ് ഈ 80-20 റൂൾ. ഇത് ഇപ്പോൾ ഏറ്റവും അധികം ഉപയോഗിക്കപ്പെടുന്നത് മാനേജ്മെന്റിലാണ്. മൈൻഡ് മാനേജ്മെന്റിലും ലൈഫ് മാനേജ്മെന്റിലുമാണ് ഇത് ഏറ്റവും അധികം ഉപയോഗിക്കപ്പെടുന്നത്. അപ്പൊ ഈ രീതിയിൽ നമ്മൾ ഗോൾ സെറ്റ് ചെയ്തതിന് ശേഷം അതിനെ ടൈം ബൗണ്ട് ആക്കുക. ഇതാണ് നമുക്ക് ചെയ്യാനുള്ളത്. എല്ലാത്തിനും ഓരോരോ സമയം നൽകുക. ഇതാണ് ഭൗതികമായ ലക്ഷ്യം, അല്ലെങ്കിൽ പ്രാഥമികം എന്ന് പറയുന്നതിനകത്ത് ഞാനത് അത്രയും ചുരുക്കി പറയുകയാണ്. ഇതൊരു വളരെ വലിയൊരു വിഷയമാണ്, ഇലാബറേറ്റ് ചെയ്യേണ്ടതാണ്. എങ്കിൽ പോലും അത് വരും ക്ലാസ്സുകളിൽ ഉള്ളത് കൊണ്ട് ഇപ്പോൾ ഞാൻ അതിന്റെ ഒരു നട്ട്ഷെല്ലിലാണ് പറയുന്നത്. ഗോള് വ്യക്തത വരിക എന്നുള്ളതാണ് നമുക്ക് പ്രധാനം. നമ്മളിൽ എന്താണ് ഉള്ളത്, നമ്മുടെ ആത്മാവിന്റെ ആഭിമുഖ്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയുകയാണ് ഇതിൽ പ്രധാനം. ബാക്കിയൊക്കെ പിന്നെ വന്നോളൂ. അതായത് വ്യക്തതയുണ്ടെങ്കിൽ എങ്ങനെയെന്നുള്ള ചോദ്യം നമ്മൾ പ്രത്യേകിച്ച് അഡ്രസ്സ് ചെയ്യേണ്ട. നമുക്ക് ക്ലാരിറ്റി ഉണ്ടെങ്കിൽ ഹൗ എന്നുള്ള ക്വസ്റ്റ്യൻ നമുക്കൊരു വിഷയമാവില്ല. ക്ലാരിറ്റി ഇല്ലെങ്കിൽ ഹൗ എന്നുള്ളത് ഏറ്റവും വലിയൊരു ഒബ്സ്റ്റക്കിൾ ആയിട്ട് അവിടെ നിൽക്കും. ഞാനിത് എങ്ങനെ ചെയ്യും? പക്ഷെ നമുക്ക് വ്യക്തത വേണം.
എൻ്റെ ഉള്ളിലെ ആഗ്രഹങ്ങൾ എന്താണ്, എൻ്റെ ഉള്ളിലെ ലോങ്ങിങ്ങുകൾ എന്താണ്, ഞാൻ എന്തിനു വേണ്ടി ജനിച്ചു, എൻ്റെ ബ്ലെസ്സിങ്സ് എന്തൊക്കെയാണ്, എന്നിലൂടെ പ്രപഞ്ചം എന്താണ് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്, എന്നിലൂടെ പ്രപഞ്ചം എന്താണ് ഉദ്ദേശിക്കുന്നത്. ഇത് ഓരോ മനുഷ്യനും ചോദിക്കാനുള്ള ചോദ്യമാണ്. ഇക്കാര്യത്തിൽ വ്യക്തത കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അവിടെ എത്തിയെന്ന് തന്നെ കരുതിക്കോളൂ. നമ്മൾ നമ്മുടെ ജീവിതം നിറവേറിയെന്ന് തന്നെ കരുതിക്കോളൂ. പിന്നെ ബാക്കിയെല്ലാം സംഭവിച്ചോളൂ. എങ്ങനെയെന്നുള്ളതിനെ കുറിച്ച് നമ്മൾ അധികം ആകുലപ്പെടേണ്ടതില്ല. ഇനി രണ്ടാം ഭാഗത്തേക്ക് വരാം. ഈ സൂത്രത്തിന്റെ പ്രാഥമികം ചരമം ച, അതായത് പ്രൈമറി ഗോൾസ് മാത്രമാണോ നമുക്ക് വേണ്ടത്? അല്ല, അൾട്ടിമേറ്റ് ഗോൾസ് നമുക്കുണ്ടായിരിക്കണം. ആത്യന്തികമായ ലക്ഷ്യം ഉണ്ടായിരിക്കണം. ഏതയോർ മധ്യേ സാമഞ്ജസ്യം ആവശ്യകം. എന്താണ് ഈ അൾട്ടിമേറ്റ് ഗോൾ? അൾട്ടിമേറ്റ് ഗോൾ ആണ് ഞാൻ ഇന്ന് ഫോക്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഏരിയ. മെറ്റീരിയൽ ഗോൾ അവിടെ ഓക്കെയാണ്. കാര്യം മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ പുരുഷാർത്ഥങ്ങളാണ് വാസ്തവത്തിൽ. ഈ ഗോൾസ് എന്ന് ഉദ്ദേശിക്കുന്നത് പുരുഷാർത്ഥങ്ങൾ എന്നാണ് സംസ്കൃതത്തിൽ പറയുന്നത്. പുരുഷാർത്ഥങ്ങൾ ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. പ്രൈമറി ഗോൾസിൽ 3 എണ്ണമാണ് വരിക: ധർമ്മം, അർത്ഥം, കാമം. നിങ്ങൾ പ്രൈമറി ഗോൾസ് കൊണ്ട് അച്ചീവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ അർത്ഥവും കാമവും ധർമ്മവുമാണ്. ധാർമ്മികമായ ഒരു ജീവിതം, അതിലൂടെ കിട്ടുന്ന സമ്പത്ത്, അതിലൂടെ നേടുന്ന ആഗ്രഹ സാഫല്യങ്ങൾ, ഇത് 3ഉമാണ് ഒരു മനുഷ്യന്റെ ഭൗതികമായ പുരുഷാർത്ഥങ്ങൾ. അതിൽ നമ്മൾ ഓരോരുത്തരും എവിടെ നിൽക്കണമെന്ന് അറിയാനാണ് ഈ 80-20 റൂൾസ് ബാധകം. 80-20 റൂൾസ് എന്ത് തന്നെയായാലും അതിൽ ഈ ധർമാർത്ഥ കാമങ്ങളുടെ ഉള്ളിലായിരിക്കും അത് വരും. പിന്നെ എന്താണ് അവശേഷിക്കുന്നത്? മോക്ഷം, ലിബറേഷൻ. ഇതൊരു വലിയ വിഷയമാണ്. ഇതങ്ങോട്ട് മാറ്റിവെച്ചുകൂടെ എന്ന് നമുക്ക് തോന്നാം. പുരുഷാർത്ഥങ്ങളിൽ നിന്ന് എന്തിനാണ് ഈ മോക്ഷം? മോക്ഷം എല്ലാ മനുഷ്യർക്കും ആവശ്യമുണ്ടോ? അത് അതിനുവേണ്ടി നടക്കുന്ന കുറച്ച് സന്യാസിമാർക്ക് പോരെ? അല്ലെങ്കിൽ അതിനുവേണ്ടി എല്ലാം ത്യജിച്ച് ഇറങ്ങാൻ സാധിക്കുന്ന സിദ്ധാർത്ഥന്മാർക്ക്, ബുദ്ധന്മാർക്ക്, അല്ലെങ്കിൽ ആദിശങ്കര ഭഗവത്പാദർക്ക്, അങ്ങനെയുള്ളവർക്ക് പോരെ? നമ്മളെ പോലുള്ള സാധാരണ മനുഷ്യർക്ക് ധർമ്മവും അർത്ഥവും കാമവും തന്നെ വേണ്ടതിലധികമായില്ലേ എന്ന് നമുക്ക് തോന്നാം. എന്നാൽ അങ്ങനെയല്ല. മോക്ഷം എന്നുള്ളത് നമ്മൾ ബുദ്ധനെയോ ശങ്കരനെയോ നോക്കിയിട്ട് നമ്മളെ സ്വയം വിലയിരുത്തേണ്ടതില്ല. അവർ അച്ചീവ് ചെയ്ത തലത്തിൽ നിന്നുകൊണ്ട് നമ്മളെ അളക്കേണ്ടതും ഇല്ല. ഞാൻ പറയുന്നു, ആധ്യാത്മികമായ അറിവും മോക്ഷത്തിന് വേണ്ടിയിട്ടുള്ള ജീവിത ക്രമീകരണവും എല്ലാ മനുഷ്യർക്കും ആവശ്യമാണ്. എന്താ കാര്യം എന്നറിയാമോ? അത് ഏറ്റവും കുറവ് ആവശ്യം ആദിശങ്കര ഭഗവത്പാദർക്കും ബുദ്ധനും ഒക്കെയാണ്. ഞാൻ പറയുന്നത് മനസ്സിലാക്കിക്കൊള്ളൂ. ഈ മോക്ഷം എന്ന് പറയുന്നത് ഏറ്റവും കുറവ് ആവശ്യം അവർക്കായിരുന്നു. കാര്യം അവർ സ്വമേധയാ തന്നെ എന്താണ്? ആനന്ദത്തിൽ നിൽക്കുന്നവരാണ്. ശരിക്കും ഈ ആത്മീയതയും മോക്ഷവും ആനന്ദവും എല്ലാം ആർക്കാണ് ആവശ്യം? നമ്മളെ പോലെ സാധാരണ മനുഷ്യർ, വിഷാദത്തിലേക്ക് ഏത് നിമിഷവും വഴുതി വീഴാവുന്ന സാധാരണ മനുഷ്യർക്കാണ് മോക്ഷചിന്തയുടെ ആവശ്യം, അല്ലെങ്കിൽ പരമപുരുഷാർത്ഥത്തിന്റെ ആവശ്യം, അല്ലെങ്കിൽ അൾട്ടിമേറ്റ് ലിബറേഷന്റെ ആവശ്യം. അല്ലാതെ രാമകൃഷ്ണ ഭഗവാനോ രമണ മഹർഷിക്കോ ആദിശങ്കര ഭഗവത്പാദർക്കോ അല്ല. എന്നെയും നിങ്ങളെയും പോലുള്ള സാധാരണ മനുഷ്യർ പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനു മുമ്പിൽ തളർന്നു പോകാൻ സാധ്യതയുള്ള നമ്മളെ പോലുള്ള സാധാരണ മനുഷ്യർ, വിഷാദത്തിലേക്ക് വീഴാൻ സാധ്യതയുള്ള മനുഷ്യർ, കണ്ണു നനയുന്ന മനുഷ്യർ, നെഞ്ചിടിക്കുന്ന മനുഷ്യർ, രാത്രിയിൽ പേടിച്ചു പോകുന്ന മനുഷ്യർ, പേടിച്ചെഴുന്നേൽക്കുന്ന മനുഷ്യർ, ഉറക്കം നഷ്ടപ്പെടുന്ന മനുഷ്യർ, അങ്ങനെയുള്ളവർക്കാണ് ആധ്യാത്മികമായ അറിവ് വേണ്ടത്. സാധാരണ മനുഷ്യർക്കാണ് ഇത് ആവശ്യം. എനിക്ക് അത്ഭുതമാണ് ആത്മീയത എന്തുകൊണ്ട് മനുഷ്യർ മാറ്റി നിർത്തുന്നു എന്ന്. എന്നിട്ട് അവർ എവിടെ പോകുന്നു? കൗൺസിലിങ്ങിന് പോകുന്നു. അവർ സൈക്കാട്രി മെഡിസിൻ കഴിക്കുന്നു. അവർ ഗുളിക വിഴുങ്ങുന്നു. അവർ വിഷാദത്തിലേക്ക് വീഴുന്നു. അതിനെക്കുറിച്ച് കവിത എഴുതുന്നു. അതിനെ ഗ്ലോറിഫൈ ചെയ്യുന്നു. ബുദ്ധിയുള്ളവർക്കാണ് വിഷാദം വരുന്നതെന്ന് വെറുതെ മേനി പറയുന്നു. മനുഷ്യർക്ക് എല്ലാവർക്കും ആവശ്യമുണ്ട്. സാധാരണ മനുഷ്യർക്കാണ് ആത്മീയതയുടെ ആവശ്യം. നമുക്ക് സമാധിയൊന്നും വേണ്ട, പക്ഷെ നമുക്ക് കേവലമായ അറിവ് വേണ്ടേ? നമ്മൾ ആരാണ്, എന്താണ്, എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ള അറിവ് വേണ്ടേ? ശരിക്കും സദ്ഗുരുവിനെ പോലുള്ളവർ, അമൃതാനന്ദമയ്യെ പോലുള്ളവർക്ക് ആ ഒരു അവബോധം സമൂഹത്തിൽ ഇവിടെ വ്യാപിക്കാൻ വേണ്ടിയിട്ടാണ് അഹോരാത്രം അവർ പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നത്. ധ്യാന രീതികൾ പഠിപ്പിച്ചു തന്നുകൊണ്ട് അമൃതാനന്ദമയി, സദ്ഗുരു, അതുപോലെയുള്ള ലിവിങ് മാസ്റ്റേഴ്സ് ഉണ്ട്. നിങ്ങൾ സാധിക്കുമെങ്കിൽ സദ്ഗുരുവിന്റെ ഒരു മിറാക്കിൾ മൈൻഡ് എന്ന് പറയുന്ന ഒരു ആപ്പ് ഉണ്ട്. ആ ആപ്പ് മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്ത് നോക്കൂ.
അതിൽ ധാരാളം മെഡിറ്റേഷൻ ടെക്നിക്സ് അവർ പറഞ്ഞു തരും. അത് ഫോളോ ചെയ്യാവുന്നതാണ്, സാധാരണ മനുഷ്യർക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. പിന്നെ അമ്മയുടെ ധാരാളം ധ്യാന പദ്ധതികളുണ്ട്, ഗൈഡഡ് മെഡിറ്റേഷൻസ് ഉണ്ട്. അതും നമുക്ക് യഥേഷ്ടം ഫോളോ ചെയ്യാവുന്നതാണ്. ഏതായാലും അൾട്ടിമേറ്റ് ഗോള് ആർക്കാണ് ആവശ്യം? മോക്ഷം എന്ന് പറയുന്നത് ഒരു ഗോളായിട്ട് സെറ്റ് ചെയ്യേണ്ടത് നമ്മളാണ്. അത് നമ്മൾ അടിയന്തരമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ നമ്മുടെ പ്രാഥമികമായ ഭൗതികമായ ഒരുപാട് ലക്ഷ്യങ്ങൾ നമുക്കുണ്ടാവും. നമുക്ക് ഇത്ര ധനം സമ്പാദിക്കണം, നമുക്ക് നമ്മുടെ എഡ്യൂക്കേഷൻ ഇത്ര ആയിരിക്കണം, നമ്മുടെ പദവി, വീട്, ഇതെല്ലാം നമ്മുടെ ലക്ഷ്യങ്ങളായിരിക്കുമ്പോൾ തന്നെ നമ്മൾക്ക് മോക്ഷവും അല്ലെങ്കിൽ ലിബറേഷനും അല്ലെങ്കിൽ ഗോഡ്ലിനെസ്സും നമ്മളുടെ ലക്ഷ്യം ആയിട്ട് വെച്ചിരിക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾ വീണു പോകും. അതുകൊണ്ടാണ്, വീഴാതിരിക്കാനാണ് ഞാൻ പറയുന്നത്. ഭൗതികമായ വിജയങ്ങൾ മാത്രമാണ് ഞാൻ പറഞ്ഞു തരുന്നതെങ്കിൽ എനിക്ക് പേടിയാണ്. നാളെ ഒരിക്കലൊരു പ്രതിസന്ധി വരുമ്പോൾ നിങ്ങൾ എന്തിൽ പിടിച്ചു നിൽക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഭയമുണ്ട്. ആ പ്രതിസന്ധി വരും. ഈ ഭൂമി ഈ ജീവിതം എന്ന് പറയുന്നത് അത്രയേറെ സാധ്യതകളുണ്ട്. ഏത് നിമിഷം വേണമെങ്കിലും, ഒരു ദിവസം ഒരു കുഴപ്പമില്ലാതെ കടന്നുപോയാൽ മഹാഭാഗ്യമായിട്ട് കൂട്ടിക്കൊള്ളൂ. കാര്യം, കുഴപ്പങ്ങൾ വരാൻ സാധ്യതയുള്ള ഒരു ലോകത്താണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത്. കുഴപ്പങ്ങളില്ലാതെ ഒരു ദിവസം ഉദിച്ച് അസ്തമിച്ചിട്ടുണ്ടെങ്കിൽ അത് ഭാഗ്യമെന്ന് മാത്രം വിചാരിച്ചാൽ മതി. പ്രതിസന്ധികളും കുഴപ്പങ്ങളും ഒക്കെ വരാൻ സാധ്യതയുള്ള ഒരു ലോകത്താണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ അതിനുവേണ്ടി എന്ത് ചെയ്തിരിക്കണം? പ്രിപ്പയർ ഫോർ ദ വേഴ്സ്റ്റ് എന്ന് ആര് പറയും? നമ്മുടെ സ്റ്റോയിക് വിസ്ഡം പറയും. എക്സ്പെക്ട് ദ ബെസ്റ്റ്, പ്രിപ്പയർ ഫോർ ദ വേഴ്സ്റ്റ്. നമ്മൾ ഏറ്റവും എന്തും നേരിടാൻ സജ്ജമായിരിക്കണം. അല്ലാണ്ട് നമ്മൾ വരുമെന്നോർത്ത് ഭയന്നിരിക്കുമല്ല കേട്ടോ. അയ്യോ, ലൈഫ് വളരെ ബുദ്ധിമുട്ടാണെന്നോർത്ത് നമ്മൾ ഷ്രിങ്ക് ചെയ്തിരിക്കരുത്, ഭയന്നിരിക്കരുത്. വി ഷുഡ് ബി പ്രിപ്പയർഡ്. പ്രിപ്പയർ ഫോർ ദ വേഴ്സ്റ്റ്. നമ്മൾ പ്രിപ്പയർ ആയിരിക്കും, അലർട്ട് ആയിരിക്കും, റെഡി ആയിരിക്കും. വന്നു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമ്മൾ പ്രവർത്തിച്ചോളും, ഇറങ്ങി കളിച്ചോളും. പിന്നെ നമുക്ക് ഭയമൊന്നുമില്ല. എന്തു തന്നെ പ്രശ്നം വന്നാലും ഇറങ്ങി കളിക്കുക എന്നുള്ളത് തന്നെയാണ് നമുക്ക് ചെയ്യാനുള്ളത്. ആത്മീയത അതിന് നമ്മളെ സഹായിക്കും. അതുകൊണ്ടാണ് നമുക്ക് ആത്മീയമായിട്ട് ചില ഗോളുകൾ വേണം. അപ്പൊ നമ്മൾ അൾട്ടിമേറ്റ് ഗോളുകൾ എന്തൊക്കെയായിരിക്കണം? അതാണ് ഇന്നത്തെ ക്ലാസ്സിലെ നമ്മുടെ ചർച്ചാ വിഷയം. ഒരു അര ഡസനോളം അല്ലെങ്കിൽ അര ഡസനിൽ താഴെ ചില നമുക്ക് ജീവിതത്തിൽ പകർത്താവുന്ന ഈ ആധ്യാത്മികതയും ഈ മോക്ഷചിന്തയും ഈ ഈശ്വരീയതയും നമ്മുടെ കൂടെ കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കും. എങ്ങനെയെന്നാൽ, ഈ അൾട്ടിമേറ്റ് ഗോൾ എന്ന് പറയുന്നത്, ഈ നമ്മൾ ആദ്യം പറഞ്ഞ പ്രാഥമികമായിട്ടുള്ള ഭൗതികമായ ഗോളുകൾ ടൈം ബൗണ്ട് ആണ്. അതായത് എനിക്ക് 1 വർഷത്തിനുള്ളിൽ അല്ലെങ്കിൽ 2 വർഷത്തിനുള്ളിൽ അല്ലെങ്കിൽ 5 വർഷത്തിനുള്ളിൽ അച്ചീവ് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അൾട്ടിമേറ്റ് ഗോൾ ആയിട്ടുള്ള സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് ടൈം ബൗണ്ട് അല്ല. അത് മൊമെന്റ് ബൈ മൊമെന്റ് ആണ്. ഈ നിമിഷം തന്നെ ഈ നിമിഷത്തിൽ നമ്മൾ അതിലായാണ്. ഈ ലക്ഷ്യം ഈ നിമിഷമാണ്, ഭാവിയല്ല. ഭാവിയിൽ ഞാൻ ഭക്തനാകുന്നു, ഭാവിയിൽ എനിക്കൊരു ദൈവം ഉണ്ടായിരിക്കുന്നു, ഭാവിയിൽ ഞാൻ ലിബറേറ്റഡ് ആകുമെന്നല്ല. ഈ നിമിഷം ഞാൻ ഗോഡ്ലിനെസ്സിലാണ്, ഈ നിമിഷം ഞാൻ മെഡിറ്റേഷനിലാണ്, ഈ നിമിഷം ഞാൻ ലിബറേഷനിലാണ്, ഈ നിമിഷം ഞാൻ സ്പിരിച്വലാണ്. ഇത് മൊമെന്റ് ബൈ മൊമെന്റ് ആണ്. ഇതിനെന്തില്ല? ടൈം ബൗണ്ട് അല്ല. ഇത് ബൗണ്ട്ലെസ് ആയതുകൊണ്ട് ഇതിന് ടൈം വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മെഷർ ചെയ്യാൻ പറ്റില്ല. ഈ നിമിഷം ഞാൻ എല്ലാം ചെയ്യുമ്പോഴും എൻ്റെ മനസ്സിൽ ഞാൻ എന്താണ്? സ്പിരിച്വൽ ആണ്. അങ്ങനെയായിരിക്കും പോകേണ്ടത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇതിന് ഒരു 3-4 പ്രാക്ടീസുകളുണ്ട്. ഒന്നെന്ന് പറയുന്നത്, നമ്മൾ സ്പിരിച്വൽ ആയിരിക്കാൻ അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റിക്ക് പ്രവേശിക്കാൻ നമ്മൾ മീ ടൈം, എലോൺ ടൈമാണ് നമുക്ക് ഏറ്റവും വേണ്ടത്. 24 മണിക്കൂറും നമ്മൾ എത്ര തന്നെ ഇഷ്ടപ്പെടുന്ന വ്യക്തികളായിക്കോട്ടെ, അവരോടൊപ്പം ഇരുന്ന് കഴിഞ്ഞാൽ നമ്മളിൽ ഊർജ ശോഷണം സംഭവിക്കും. നിങ്ങൾ എത്ര എക്സ്ട്രോവർട്ട് ആയിട്ടുള്ള ആൾക്കാർക്ക് മറ്റൊരു മനുഷ്യരുടെ കൂടെ ഇരുന്നാൽ ഊർജം കിട്ടുകയാണ് പതിവ്. ഇൻട്രോവർട്ട് ആയിട്ടുള്ള ആൾക്കാർക്ക് മറ്റുള്ളവരുടെ കൂടെ ഇരുന്നാൽ ഊർജം പോവുകയും ചെയ്യും. അങ്ങനെ ഒരു ജനറൽ തിയറി ഉണ്ട്. പക്ഷെ ഇവിടെ ഞാൻ പറയുന്നത് സ്പിരിച്വൽ എനർജിയെ കുറിച്ചിട്ടാണ്. സ്പിരിച്വൽ എനർജി വർക്ക് ചെയ്യുന്നത് എലോൺനെസ്സിലാണ്, വൺനെസ്സിലാണ്.
നമ്മൾ തനിച്ചിരിക്കുമ്പോൾ സോളിറ്റ്യൂഡിലാണ് സ്പിരിച്വൽ എനർജി ഏറ്റവും കൂടുതൽ ആക്ടിവേറ്റഡ് ആവുന്നത്. എത്ര അടുത്ത വ്യക്തിയായാലും 2 പേർ ചേർന്നാൽ വേറൊരു ലോകമാണ്. കേട്ടിട്ടില്ലേ? ഒറ്റയ്ക്കിരിക്കുമ്പോൾ ഒരു ലോകം, 2 പേർ ചേരുമ്പോൾ മറ്റൊരു ലോകം. 2ൽ കൂടുതൽ എത്രയായാലും അത് ഒരാൾക്കൂട്ട ലോകമായിരിക്കും. ഇതാണ് സത്യം. 3 ലോകങ്ങളേ ഉള്ളൂ. ആൾക്കൂട്ട ലോകം, ഞാനും നീയും മാത്രമുള്ള ലോകം, എന്റേത് മാത്രമായ ലോകം. ഇങ്ങനെ 3 ലോകങ്ങളേ ഉള്ളൂ. 3 പേർ ഒരു ആൾക്കൂട്ടമാണ്. 3+ എന്ന് പറയുന്നത് ഒരു ആൾക്കൂട്ടമാണ്. അതിന് 3 ആയാലും 30 ആയാലും 3000 ആയാലും 3 ലക്ഷം ആയാലും 3 ബില്യൺ ആയാലും. അതേസമയം 2 പേർ ചേരുമ്പോൾ ഒരു ലോകമുണ്ട്. അത് അവർക്കിടയിൽ മാത്രം ആക്ടിവേറ്റഡ് ആകുന്ന ഒരു ലോകമാണ്. ഇനി തനിച്ചിരിക്കുമ്പോൾ ഒരു ലോകമുണ്ട്. ഇങ്ങനെ 3 തരം ലോകമുണ്ട്. ഇതിൽ സ്പിരിച്വാലിറ്റിക്ക് ആഗ്രഹം നമ്മൾ ഒറ്റയ്ക്കിരിക്കുമ്പോഴുള്ള ലോകമാണ്. ആൾക്കൂട്ട ലോകമല്ല, 2 പേർ ചേരുമ്പോഴുള്ള സ്നേഹത്തിന്റെ ലോകമല്ല. ആത്മീയതയുടെ ലോകം എന്ന് പറഞ്ഞാൽ തനിച്ചിരിക്കുമ്പോൾ മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഒരു നല്ല റിലേഷനിൽ തനിച്ചിരിക്കാനും കൂടെ ഇടം കൊടുക്കണമെന്ന് സയന്റിസ്റ്റുകൾ പറയും, അല്ലെങ്കിൽ മനഃശാസ്ത്രജ്ഞന്മാർ പറയും. മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്നത് അത് നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്താൽ കിട്ടും. ഏറ്റവും നല്ല റിലേഷൻ എന്ന് പറയുന്നത് സ്നേഹത്തിന്റെ തലം ഉണ്ടായിരിക്കണം. അതേപോലെ അയാൾക്ക് തനിച്ചിരിക്കാനും സാധിക്കും. തനിച്ചിരിക്കാൻ ഒരാൾക്ക് തനിച്ചിരിക്കുമ്പോൾ അത് എന്നെ ഒഴിവാക്കുകയാണ് എന്ന് തോന്നുന്ന തരത്തിലുള്ള ഇൻസെക്യൂരിറ്റീസ് ഉള്ളിടത്താണ് ഈ അറിവ് ആവശ്യമായിട്ട് വേണ്ടത്. എല്ലാ മനുഷ്യർക്കും ഒരു മീ ടൈം ആവശ്യമാണ്. ഏത് കുടുംബത്തിലും ഒരു മീ ടൈം എല്ലാ മനുഷ്യർക്കും വേണം. ഈ മീ ടൈം ആണ് നമ്മളെ രക്ഷിക്കാൻ പോകുന്നത്. ഈ മീ ടൈം ആണ് നമ്മളെ ഇൻസുലേറ്റ് ചെയ്യാൻ പോകുന്നത്. ഭാവിയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ നേരിടാൻ നമുക്ക് ഊർജം തരാൻ പോകുന്നത്, നമുക്ക് കരുത്ത് തരാൻ പോകുന്നത് ഈ മീ ടൈമാണ്. അതുകൊണ്ട് തനിച്ചിരിക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഏറ്റവും സിമ്പിളായിട്ട് സാധിക്കുന്നത് കേൾക്കുക എന്നാണ്. തനിച്ചിരിക്കുമ്പോൾ നമുക്ക് അടുക്കളയിൽ ജോലി എടുക്കുമ്പോഴോ, മുറിയിൽ തനിച്ചിരിക്കുമ്പോഴോ, കാർ ഓടിക്കുമ്പോഴോ നമുക്ക് ഏറ്റവും ലളിതമായി ചെയ്യാൻ പറ്റുക, സ്പിരിച്വൽ ആയിരിക്കാൻ ചെയ്യാൻ പറ്റുക, കേൾക്കുക എന്നുള്ളതാണ്. ഞാൻ ഇടയ്ക്കൊക്കെ വണ്ടി എടുത്ത് ഓഫീസിൽ പോയപ്പോൾ ഓഫീസ് ഒരു മണിക്കൂറിലേറെ ഡ്രൈവ് ഉണ്ട്. എപ്പോഴും ഒന്നുമില്ല, ഇടയ്ക്കൊക്കെ കാർ എടുക്കും. അങ്ങനെ പോകുമ്പോൾ ഞാൻ ചെയ്യുക നല്ല നല്ല പ്രഭാഷണങ്ങൾ, ഉപനിഷത്തിനെ കുറിച്ചും അല്ലെങ്കിൽ സാഹിത്യത്തെക്കുറിച്ചും നല്ല നല്ല പ്രഭാഷണങ്ങൾ പ്ലേ ചെയ്യും. അങ്ങനെ അവിടെ ചെല്ലുമ്പോഴത്തേക്കും മിക്കവാറും ഒരു വിഷയം കവർ ചെയ്തിട്ടുണ്ടാവും. തിരിച്ചു വരുമ്പോൾ അത് പറ്റില്ല. കാര്യം എന്താണ്? വൈകുന്നേരം ആവും. അപ്പോഴേക്കും നമ്മൾ ലോ എനർജി ആവും. ലോ എനർജിയിൽ ഒരു ടോക്ക് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നല്ല പാട്ട് ഇട്ട് വയ്ക്കണം, എന്നാലേ ആ എനർജി കിട്ടുള്ളൂ. പക്ഷെ രാവിലെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്രഷ് ആണ്. അവിടെ പിന്നെ പ്രത്യേകിച്ച് ഒരു പാട്ടിന്റെ ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ലിസണിങ് പറ്റും. അപ്പൊ ഇതുപോലെ മീ ടൈം നമുക്ക് കിട്ടും. വീട്ടിലായാലും ഓഫീസിലായാലും അങ്ങോട്ടുള്ള യാത്രയായാലും. ഇനി ബസ്സിലിരിക്കുമ്പോൾ വേറെ ഒരു നിവൃത്തിയില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഹെഡ്സെറ്റ് വെക്കാം. അപ്പോൾ നമുക്കൊരു മീ ടൈം ഉണ്ടായിരിക്കണം. അവിടെ നമ്മൾ സ്പിരിച്വൽ ടോക്ക് അല്ലെങ്കിൽ അതുപോലെ നമ്മളെ എൻലൈറ്റൻ ചെയ്യുന്ന ടോക്കുകൾ നമുക്ക് കേൾക്കാം. അതല്ലെങ്കിൽ നല്ല മ്യൂസിക് കേൾക്കാം. സ്പിരിച്വലി നമ്മളെ അപ്ലിഫ്റ്റ് ചെയ്യുന്ന മ്യൂസിക്കുകളുണ്ട്. അതായത് ഈ ഡീപ്പ് കോൺസെൻട്രേഷൻ കിട്ടുന്ന മ്യൂസിക് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ കുറച്ച് മ്യൂസിക്കുകൾ വരും. അതുപോലെ ഇന്റൻസ് പ്രൊഡക്ടിവിറ്റി മ്യൂസിക് എന്ന് പറഞ്ഞിട്ട് ചെയ്താൽ നല്ല പ്രൊഡക്ടിവിറ്റി കിട്ടുന്ന മ്യൂസിക് വരും. അതൊക്കെ നമ്മുടെ ഓരോ ടേസ്റ്റിനനുസരിച്ച് നമ്മളെ എലിവേറ്റ് ചെയ്യുന്ന മ്യൂസിക്സ് നമുക്ക് കേൾക്കാൻ സാധിക്കും. പ്രത്യേകിച്ചും ഹാൻഡ് പാൻ എന്ന് പറയുന്ന ഒരു ഉപകരണം കൊണ്ടുള്ള മ്യൂസിക്, സന്തൂർ വായന, ഏറ്റവും ദ ബെസ്റ്റ് എന്ന് പറയുന്നത് ശാസ്ത്രീയ സംഗീതമാണ്. ഞാൻ ശാസ്ത്രീയ സംഗീതത്തിന്റെ ഒരു ആസ്വാദകനൊന്നും അല്ല. ഞാൻ ശാസ്ത്രീയ സംഗീതം പഠിച്ചിട്ടുമില്ല. പക്ഷെ എൻ്റെ അനുഭവത്തിൽ ഉള്ള ഒരു സംഗതി പറയാം. ജീവിതത്തിൽ വളരെ ടെൻസ്ഡ് ആയിട്ടുള്ള സന്ദർഭങ്ങൾ വരികയാണെന്നിരിക്കട്ടെ. ചിലപ്പോൾ നാളെ ഒരു പരീക്ഷ, അല്ലെങ്കിൽ നാളെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഗെയിം, ഒരു മത്സരം, ഒരു ടൂർണമെന്റ്, അല്ലെങ്കിൽ ഒരു പരീക്ഷ, അല്ലെങ്കിൽ മറ്റെന്തും ആയിക്കൊള്ളട്ടെ. എന്ത് പ്രശ്നം നമുക്ക് സ്ട്രെസ്ഡ് ആവുമല്ലോ, ടെൻഷൻ ആവുമല്ലോ. ഇത് പോകാൻ ഏറ്റവും നല്ല ഒരു സംഗീതം കൊണ്ടുള്ള തെറാപ്പി എന്ന് പറയുന്നത് ശാസ്ത്രീയ സംഗീതമാണ്. ഒരു സംശയമില്ല. അതെന്റെ അനുഭവത്തിൽ നിന്ന് പറയാം. ഞാൻ ശാസ്ത്രീയ സംഗീതത്തിൽ അല്ലെങ്കിൽ ഞാൻ കേൾക്കാത്ത ആളാണ് കേട്ടോ. ശാസ്ത്രീയ സംഗീതം ഞാൻ പ്ലേ ചെയ്യാത്ത ആളാണ്. പക്ഷെ ഇതുപോലുള്ള ചില സന്ദർഭങ്ങളിൽ ഞാനിത് പ്ലേ ചെയ്തിട്ടുണ്ട് ബോധപൂർവം. ഞാനിത് വായിച്ചറിഞ്ഞത് കൊണ്ട് ഇത് ടെസ്റ്റ് ചെയ്ത് നോക്കി. ആൻഡ് ഇറ്റ് വർക്ക്സ്. അത് ശരിയാണ്, സത്യമാണ്.
നമ്മുടെ മനസ്സിന്റെ ഭാരം അറിയാതെ കുറഞ്ഞു പോകും ശാസ്ത്രീയ സംഗീതം കേട്ടാൽ. അത് കേട്ടാൽ നമുക്ക് നൃത്തം ചെയ്യാൻ തോന്നില്ല, ഡാൻസ് ചെയ്യാൻ തോന്നില്ല, നമ്മൾ എനർജറ്റിക് ഒന്നും ആവില്ല. പക്ഷെ നമ്മൾ അത്ഭുതപ്പെടും, നമ്മുടെ ടെൻഷൻ കുറഞ്ഞു കുറഞ്ഞു വരും, നമ്മുടെ സ്ട്രെസ് ഇല്ലാണ്ടായി തീരും. ഒരു അരമണിക്കൂർ അത് കേട്ടാൽ മതി. ഏതെങ്കിലുമൊക്കെ കഥകളി പദമായാലും തെറ്റില്ല കേട്ടോ. ശാസ്ത്രീയ സംഗീതം എന്ന് പറഞ്ഞാൽ ചിട്ടപ്പെടുത്തിയ ഏത് സംഗീതമായാലും മതി. ഏത് ചിട്ടപ്പെടുത്തിയ ശാസ്ത്രീയത്തിൽ വരുന്ന ഏത് സംഗീതമായാലും. എനിക്ക് കഥകളി പദം പോലും വർക്ക് ചെയ്തിട്ടുണ്ട്. അജിതാഹരെ എന്ന് പറയുന്ന കഥകളി പദം തന്നെ എന്നെ എലിവേറ്റ് ചെയ്തിട്ടുണ്ട്. ശാസ്ത്രീയ സംഗീതങ്ങളും മറ്റ് കച്ചേരികളും എല്ലാം. അപ്പൊ ഇത് സ്പിരിച്വൽ ആണ്. ഇത് നമ്മളെ ഭയങ്കരമായിട്ട് ആനന്ദത്തിൽ ആറാടിക്കില്ല. പക്ഷെ ഇത് നമ്മളെ ശാന്തനും സ്വസ്ഥനുമാക്കും, ശാന്തചിത്തനാക്കും. പിന്നെ അമേരിക്കയിൽ നിന്ന് വന്ന 1-2 സുഹൃത്തുക്കളുണ്ട്. അപ്പൊ ഞാൻ പണ്ട് ചിന്മയ മിഷനിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ അമേരിക്കയിൽ നിന്ന് വന്ന ചില സുഹൃത്തുക്കളുണ്ട്. അപ്പൊ അവർക്ക് കിട്ടിയ ഇൻസ്ട്രക്ഷൻ ആണത്രേ, വളരെ വേഗത്തിൽ എക്സ്പ്രസ് ഹൈവേകളിലൂടെ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ മനസ്സ് ശാന്തമായിരിക്കണം. അതിനു വേണ്ടിയിട്ട് അവര് ഈ ശാസ്ത്രീയ സംഗീതവും വേദിക് ചാൻറ് ഉണ്ട്, നമ്മുടെ വേദസൂക്തങ്ങളുടെ പാരായണം, ഇത് പ്ലേ ചെയ്താണ് അത്രേ അവർ മനസ്സിനെ സ്വസ്ഥമാക്കുക എന്ന് അവർ അന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് അവർക്ക് അവിടുന്ന് കിട്ടിയ ഇൻഫർമേഷൻ, അമേരിക്കയിൽ അതോറിറ്റിയിൽ നിന്ന് കിട്ടിയ ഇൻഫർമേഷൻ. നീണ്ട യാത്രകളിൽ മനസ്സിനെ ശാന്തമാക്കാൻ ഒന്നെങ്കിൽ വേദങ്ങൾ പ്ലേ ചെയ്യുക, അതല്ലെങ്കിൽ ശാസ്ത്രീയ സംഗീതം പ്ലേ ചെയ്യുക. അങ്ങനെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ആ ഓർമ്മയും എൻ്റെ ഉള്ളിലുണ്ട്. സംഗതി വളരെ ശരിയാണ്. അപ്പൊ ഇത് ഒരു കാര്യം. നമുക്കിത് മൊമെന്റ് ബൈ മൊമെന്റ് ആണ് അൾട്ടിമേറ്റ് ലക്ഷ്യം. അല്ലാണ്ട് അൾട്ടിമേറ്റ് ലക്ഷ്യം എന്ന് പറഞ്ഞാൽ മരിക്കുന്നതിന് 5 മിനിറ്റ് മുമ്പ് ചെയ്യേണ്ട കാര്യമല്ല. എപ്പോഴും എന്നും എല്ലാ നിമിഷങ്ങളും നമ്മളോടൊപ്പം ഇരിക്കേണ്ടതാണ് അൾട്ടിമേറ്റ്. മറ്റേതെന്ന് പറഞ്ഞാൽ നമുക്ക് ടൈം ബൗണ്ടാ. 1 വർഷം, 2 വർഷം, 3 വർഷം, 5 വർഷം അങ്ങനെ പോകും. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് കൺഫെഷൻസ് ആണ്. തുറന്നുള്ള സംസാരം എന്ന് മാത്രമേ ഞാൻ ഇതിനെ കൊണ്ട് അർത്ഥമാക്കുന്നുള്ളൂ. മനസ്സിനെ തുറക്കുക, സംസാരത്തിലൂടെ മനസ്സിനെ തുറക്കുക. കഴിഞ്ഞ ദിവസം നമ്മുടെ ക്ലാസ്സിലെ റിഷാലി മോള് വീട്ടിൽ വന്നിരുന്നു. ഞാൻ റിഷാലിയും കൂടെ കുറെ നേരം സംസാരിച്ചു. അപ്പൊ റിഷാലി പറഞ്ഞൊരു കാര്യമുണ്ട്, വൈകുന്നേരം അവർ പ്രാർത്ഥിക്കും അത്രേ. ആ പ്രാർത്ഥനയ്ക്ക് മുമ്പായിട്ട് അവർ 4 കാര്യങ്ങളാണ് പറയുന്നത്. പ്ലീസ് ഫോർഗീവ് മീ, ഐ ഫോർഗീവ് യു, ഐ താങ്ക് യു, ഐ ലവ് യു. ഈ 4 വാചകങ്ങൾ പറയും അത്ര. 4 വാചകങ്ങൾ പറയുമ്പോൾ മനസ്സ് ശുദ്ധമാകും. പിന്നീടാണ് അവര് അടുത്ത ധ്യാനത്തിലേക്ക് കടക്കുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ ഈ 4ലൂടെയും ജീവിക്കുക എന്ന് പറയുന്നത് തന്നെ ധ്യാനമായി കഴിഞ്ഞു. എന്തൊക്കെയാണത്? ആദ്യം നമുക്ക് ഒരു ക്ഷമാപണത്തോടു കൂടി ആരംഭിക്കുക. നമുക്ക് നമ്മുടെ മനസ്സിലേക്ക് പോവുക, നമ്മുടെ ഭൂതകാലത്തിലേക്ക് പോവുക, വെറുതെ സഞ്ചരിക്കുക. അവിടെ നമ്മൾ തെറ്റ് ചെയ്തിട്ടുള്ള മനുഷ്യരുണ്ട് അല്ലെ? നമ്മൾ മനുഷ്യരാണ്, നമുക്ക് അബദ്ധങ്ങൾ പറ്റും, പലപ്പോഴും നമുക്ക് തെറ്റ് പറ്റും. ചിലപ്പോൾ ജീവിതത്തിലെ ഏറ്റവും അടുത്ത മനുഷ്യരെ നമ്മൾ വേദനിപ്പിച്ചിട്ടുണ്ടാവാം. അപ്പൊ അവിടെ മുതൽ തുടങ്ങുക. നമ്മൾ ആരെയൊക്കെ വേദനിപ്പിച്ചു എന്ന് നമുക്ക് തന്നെ അറിയില്ല. ഇപ്പൊ ഒരു ദിവസം ഞാൻ അവിടെ ഒരു കടയിൽ നിൽക്കുമായിരുന്നു. അപ്പൊ ഏറ്റവും അടുത്ത മനുഷ്യരെ വേദനിപ്പിച്ചതൊക്കെ നമുക്ക് പെട്ടെന്ന് ഓർത്തെടുക്കാൻ പറ്റും. പക്ഷെ നമ്മൾ വേദനിപ്പിച്ച വേറെയും കുറെ മനുഷ്യരുണ്ട്. അപ്പൊ ഞാൻ അവിടെ ഒരു കടയിൽ നിൽക്കുമ്പോൾ എൻ്റെ അത്രയും പ്രായമില്ല, എന്നെക്കാൾ അല്പം കൂടെ പ്രായം കുറഞ്ഞ ഒരു യുവാവ് എൻ്റെ അടുത്ത് വന്നു. എൻ്റെ അടുത്ത് വന്നിട്ട് എന്നെ ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ എത്ര നോക്കിയിട്ട് എനിക്ക് ഓർമ്മ വരുന്നില്ല. അപ്പൊ പറഞ്ഞു, നിങ്ങൾ പഠിച്ച അതേ സ്കൂളിലാണ് ഞാനും പഠിച്ചത്. അവിടെ വെച്ചൊരു ക്രിക്കറ്റ് കളി ഉണ്ടായി. ആ സ്കൂളിന് താഴെ ഒരു ഗ്രൗണ്ട് ഉണ്ട്. അപ്പൊ എനിക്ക് മനസ്സിലായി ഏതാ ഗ്രൗണ്ട് എന്ന്. ആ ഗ്രൗണ്ടിൽ വെച്ച് ഒരു വെള്ളിയാഴ്ച ദിവസം ഒരു കളി നടന്നത് ഓർമ്മയുണ്ടോ? ആ കളിക്കിടയിൽ എന്നെ ചേട്ടാന്ന് വിളിച്ചത്. ചേട്ടൻ ബാറ്റ് ചെയ്യുന്നതിന്റെ തൊട്ടു പുറകിൽ കീപ്പറായിട്ടാണ് ഞാൻ നിന്നത്. ചേട്ടൻ ബാറ്റ് കറക്കി അടിച്ചപ്പോൾ തൊട്ടു പുറകിൽ നിന്ന് എൻ്റെ തലയിൽ വന്ന് ക്രിക്കറ്റ് ബാറ്റ് കൊണ്ട് മുറിഞ്ഞത് ഓർമ്മയുണ്ടോ? സത്യം പറഞ്ഞാൽ എത്രയോ വർഷങ്ങളായിട്ട് മറന്നിരുന്ന ഒരു കാര്യമാണ് എനിക്ക് പൊടുന്നനെ ഓർമ്മ വന്നത്. അന്ന് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഭയന്ന് പോയിട്ടുണ്ട്. അത് പിന്നെ വലിയ ഇഷ്യൂ ആയി. അത് സ്കൂളിൽ എല്ലാവരും അറിഞ്ഞു, ടീച്ചർ അറിഞ്ഞു, വിളിച്ചു, അടിയും കിട്ടി എന്നൊക്കെ തോന്നുന്നു. അപ്പൊ അങ്ങനെ ഒരു സംഭവം ഉണ്ടായത് എനിക്ക് പെട്ടെന്നാണ് ഓർമ്മ വന്നത്. പക്ഷെ ഇതില് ഞാൻ അവനോട് ഇതുവരെ ഒരു മാപ്പ് ചോദിച്ചിട്ടില്ല. അതായിരുന്നു ഇതിനകത്തെ വേറൊരു ഐറണി എന്ന് പറയുന്നത്. ഞാൻ ഇന്ന് വരെ ആ കുട്ടിയോട് ഒരു മാപ്പ് ചോദിക്കാൻ എനിക്ക് സാധിച്ചിരുന്നില്ല. തലയടിച്ചു പൊട്ടിച്ചു, ബോധപൂർവം അല്ലെങ്കിൽ പോലും.
ഇത് നടന്നിട്ട് എൻ്റെ ഒരു 6 മാസത്തിനുള്ളിലാണ് നടക്കുന്നത് കേട്ടോ ഈ സംഭവം. ഞാൻ അവിടെ വെച്ച് മാപ്പ് ചോദിച്ചു. എനിക്കങ്ങനെ പറ്റിപ്പോയി. എന്നോ സംഭവിച്ച കാര്യമാണ്. അന്ന് ഞാൻ നമ്മളൊന്നും ഒരു മനുഷ്യരേ അല്ല അന്ന്. മനുഷ്യർ എന്ന് പറയാനുള്ള യാതൊരു ബോധമോ ജ്ഞാനമോ ഇല്ലാത്ത പ്രായത്തില് സംഭവിച്ച തെറ്റാണ്. പക്ഷേ അത് മാപ്പ് ചോദിക്കാൻ ആ സമയത്ത് എനിക്ക് തോന്നി. ഞാനത് ചോദിച്ചു. അദ്ദേഹത്തിന്റെ കയ്യിൽ പിടിച്ചിട്ട് മാപ്പ് ചോദിച്ചു. അപ്പൊ പുള്ളി ചിരിക്കുകയാണ്. കാര്യം ഇതൊക്കെ കഴിഞ്ഞു അതിന്റെ പ്രാധാന്യമൊക്കെ നഷ്ടപ്പെട്ടു. പക്ഷെ എന്നാലും അത് ഇതുപോലെ നമ്മൾ മറന്നുപോയ പല കാര്യങ്ങളും ഉണ്ട്. പക്ഷെ അടുത്ത മനുഷ്യരോട് ചെയ്ത തെറ്റുകൾ പെട്ടെന്ന് നമുക്ക് നമ്മുടെ ഓർമ്മയിൽ വരും. അത് ഓർത്തെടുത്ത് മാപ്പ് പറയും. അല്ലാതെ ഇപ്പൊ നമുക്കൊന്നും ചെയ്യാനില്ല. നേരിട്ട് പോയി പറയണമെന്നില്ല. അത് മെലോഡ്രാമയാവും. നേരിട്ട് പറയാതെ പറഞ്ഞാൽ മതി. നമ്മുടെ പെരുമാറ്റത്തിൽ നിന്ന് അറിഞ്ഞാൽ മതി നമ്മൾ മാപ്പ് ചോദിച്ചു എന്ന്. ഹൃദയത്തിൽ മാപ്പ് ചോദിച്ചോളുക. പറ്റിപ്പോയ തെറ്റുകൾക്ക്, പറഞ്ഞുപോയ വാക്കുകൾക്ക്, ചെയ്യാൻ സാധിക്കാതെ പോയ കാര്യങ്ങൾക്കും, ചെയ്ത തെറ്റുകൾക്കും മാപ്പ് ചോദിച്ചേക്കുക. ഇതൊരു നല്ല മനസ്സിനെ ശുദ്ധീകരിക്കുന്ന മനോഹരമായ നമ്മളെ മനുഷ്യനാക്കുന്ന ഒരു പ്രക്രിയയാണ്. ഒരു സംശയവും വേണ്ട. ഇതിനെയാണ് ഞാൻ കൺഫെഷൻ എന്ന് വിളിക്കുന്നത്. ഇത് നിങ്ങൾ ആരുടെയെങ്കിലും മുമ്പിൽ പോയി ഏറ്റുപറയേണ്ടതിന്റെ യാതൊരു ആവശ്യവുമില്ല. അത് ചിലപ്പോൾ മെക്കാനിക്കലായി പോവും, ആചാരപരമായി പോവും. നമ്മൾ നമ്മുടെ മുമ്പിൽ മാത്രം, നമ്മളല്ലേ നമ്മുടെ ഏറ്റവും വലിയ ക്രിട്ടിക്. നമ്മളല്ലേ നമുക്ക് മാപ്പ് തരേണ്ടത്. നമ്മളല്ലേ നമ്മളോട് ക്ഷമിക്കേണ്ടത്. നമ്മൾ നമ്മുടെ മുമ്പിൽ കൺഫസ് ചെയ്യുക. ഫോർഗിവ് മീ എന്ന് ചോദിക്കുക ആ വ്യക്തിയോട്. 2, കൃതജ്ഞത. ഇത് ധാരാളമായി ചെയ്യാറുണ്ട്. കൃതജ്ഞത അത്യാവശ്യമാണ്. കാര്യം ജീവിതത്തില് ഒരുപാട് മനുഷ്യരുടെ സാന്നിധ്യങ്ങളില്ലെങ്കിൽ നമ്മൾ തകർന്നു പോയേനെ. ഈ തിരിച്ചറിവാണ് കൃതജ്ഞത. അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ ആരൊക്കെയാ ഉള്ളത്? എനിക്ക് കൃത്യമായിട്ട് ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ട്. കൃത്യം എന്ന് പറഞ്ഞാൽ നിർണായക സ്വാധീനമുള്ളവരെ. ഇനി അതിനു മുമ്പ് ആൾക്കാരൊക്കെ ഉണ്ട്. അവരെയൊക്കെ ഓർത്തെടുക്കുക എന്നുള്ളത് നല്ലൊരു അഭ്യാസമാണ്. പക്ഷെ കൃതജ്ഞത വളരെ വളരെ പ്രസക്തമാണ്. മരിച്ചുപോയവരുണ്ടാവില്ലേ? നമ്മുടെ ജീവിതത്തെ പടുത്തുയർത്തുന്നതിൽ നിർണായക പങ്ക് വഹിച്ച ഇന്ന് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കാത്ത മനുഷ്യരില്ലേ? അവരോടൊക്കെ നന്ദി പറഞ്ഞോളുക. അതാണ് നമ്മൾ ഊട്ടുന്ന ഏറ്റവും വലിയ ശ്രാദ്ധം. അതിനപ്പുറത്തേക്കൊരു ശ്രാദ്ധം ഇല്ല. ഇപ്പോ നമ്മൾ തിരുവനന്തപുരത്ത് ഒരു ക്ഷേത്രമുണ്ട്, പരശുരാമ ക്ഷേത്രമുണ്ട്, നമ്മൾ ബലിയിടുന്നത്. അവിടെ പോയാൽ നമ്മൾ എന്താ ചെയ്യുക? അവിടെ പോയി കഴിഞ്ഞാൽ മെഡിറ്റേഷൻ ആണ് അവിടെ നടക്കുന്നത്. ഞാൻ അവിടെ പോയിട്ടുണ്ട്, ബലി ഇട്ടിട്ടുമുണ്ട്. അവിടെ ചെന്നിരുന്നു കഴിഞ്ഞാൽ നമ്മളെ കുളിച്ച് ഈറനോടെ അവിടെ കൊണ്ടിരുത്തും ഒരു സ്ഥലത്ത്. ഇരുത്തി കഴിഞ്ഞിട്ട് നമ്മുടെ കയ്യിൽ ഒരു നൂലോ എന്തൊക്കെയോ തരും, എന്തൊക്കെയോ സംഗതികൾ തരും. എന്നിട്ട് ഇവർ മരിച്ചുപോയ ആളെ മനസ്സിൽ കാണൂ, അയാൾ നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നതായിട്ട് സങ്കല്പിക്കൂ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയൂ, നിങ്ങൾക്ക് നിങ്ങളുടെ സ്നേഹം പ്രകടിപ്പിക്കൂ, നിങ്ങൾ മാപ്പ് പറയാനെങ്കിൽ മാപ്പ് പറയൂ, നിങ്ങൾ നന്ദി പറയാനുണ്ടെങ്കിൽ നന്ദി പറയൂ എന്നൊക്കെ ആ പരികർമ്മി അവിടെ ഇരുന്ന് നമുക്ക് നിർദ്ദേശം തരും. നമ്മൾ അവിടെ ഇരുന്ന് കരയും. ശരിയല്ലേ? നമ്മൾ അവിടെ ഇരുന്ന് കരയും. ആ ഉപകരണങ്ങളൊക്കെ കയ്യിൽ വെച്ചുകൊണ്ട്, അരിയും എള്ളും പൂവും നൂലും ഒക്കെ കയ്യിൽ വെച്ചുകൊണ്ട് നമ്മളിരുന്ന് കരയും. കൃതജ്ഞതയാണത്. കാര്യം ആ മനുഷ്യനാണ്, അല്ലെങ്കിൽ അദ്ദേഹമാണ് നമ്മുടെ ജീവിതത്തിന്റെ കുടയൂടി തന്നത്. ഇതാണ് ശ്രാദ്ധം എന്ന് പറയുന്നത്. ഇതാണ് വാസ്തവത്തിൽ ശ്രാദ്ധം. ഈ കൃതജ്ഞതയാണ് ശ്രാദ്ധം. അപ്പം ഗ്രാറ്റിറ്റ്യൂഡ്, ഇത് കൺഫെഷനിൽ വരും. നമ്മൾ ഏറ്റുപറയാണ്, അങ്ങില്ലായിരുന്നെങ്കിൽ ഞാനില്ല, അങ്ങയുടെ സാന്നിധ്യമില്ലായിരുന്നെങ്കിൽ ഞാനില്ല, അങ്ങ് പകർന്നു തന്ന സുരക്ഷിതത്വം ഇല്ലായിരുന്നെങ്കിൽ ഞാനില്ല. ഒരു 100 കാര്യങ്ങൾ കൊണ്ട് ഞാൻ അങ്ങയോട് കടപ്പെട്ടിരിക്കുന്നു. ഓരോ ദിവസങ്ങൾക്കും, അങ്ങയോടൊപ്പം കഴിഞ്ഞ ഓരോ ദിവസങ്ങൾക്കും ഞാൻ കടപ്പെട്ടിരിക്കുന്നു. ഓരോ രാത്രികളും ഭയം കൂടാതെ കഴിഞ്ഞത് അങ്ങ് അവിടെ ഉള്ളത് കൊണ്ടാണ്. ഇങ്ങനെ നമ്മൾ ഏറ്റു പറയും, അല്ലേ? അപ്പൊ ഇതാണ് ഗ്രാറ്റിറ്റ്യൂഡ്. പിന്നെ നമുക്ക് ഐ ലവ് യു എന്ന് പറയാം. നമുക്ക് സ്നേഹം എത്ര മനുഷ്യരോട് പറയാനുണ്ടാവും? അതൊക്കെ നേരിട്ട് പോയി പറഞ്ഞാൽ ഓക്വേർഡ് ആവും, അല്ലെങ്കിൽ മെലോഡ്രാമയാവും. വേണ്ട, നമുക്ക് ഇവിടെ ഇരുന്ന് പറയാലോ. ഇത് സ്പിരിച്വലാണ്, സ്പിരിച്വാലിറ്റിയാണ്. ഇവിടെ ഇരുന്നുകൊണ്ട് നമുക്ക് നമ്മുടെ ബീജികൾ അയക്കാം, അത് അവിടെ കിട്ടിക്കോളൂ. അവര് പോലും അറിയില്ല, അവിടെ കിട്ടും. നമുക്ക് സ്നേഹമുള്ള ഒരുപാട് മനുഷ്യരില്ലേ? ശരിക്കും ഈ കൃതജ്ഞത തന്നെയാണ് കേട്ടോ സ്നേഹം. കൃതജ്ഞത കുറച്ചുകൂടെ പോയിന്റഡ് ആയിട്ട് വരുന്നതാണ് സ്നേഹം.
ഓരോ മനുഷ്യര് നമ്മളെ ലൈഫിൽ വന്ന് നമ്മളെ നിർണായക സന്ദർഭങ്ങളിൽ നമ്മളെ തഴുകി തലോടി കടന്നുപോയി. അപ്പൊ അതിന് എനിക്ക് സ്നേഹമാണ് അവരോട്. എനിക്ക് തീർത്താൽ തീരാത്ത കടപ്പാടും സ്നേഹമുള്ള മനുഷ്യരാണ് അവര്. അവരെ വീണ്ടും വീണ്ടും അവരുടെ മുഖം ഓർക്കുക. വീണ്ടും വീണ്ടും അവരുടെ ശബ്ദം ഓർക്കുക. അവരുടെ സാന്നിധ്യം ഓർക്കുക. അവർക്ക് വേണ്ടി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് നെയ്ക്കൻ എന്ന് പറയുന്ന ധ്യാനമാണ്. നെയ്ക്കൻ എന്ന് പറയുന്ന ജാപ്പനീസ് ധ്യാനം എന്താണ്? ഇത്തരത്തിലുള്ള കുറച്ച് ചോദ്യങ്ങളാണ്. എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി എനിക്ക് എന്തൊക്കെ ചെയ്തു തന്നു? അയാൾ എത്രത്തോളം എന്റെ ജീവിതത്തിൽ പ്രധാനമാണ്? ഇങ്ങനെയുള്ള 1, 2 ചോദ്യങ്ങൾ സ്വയം ചോദിക്കുന്നതാണ് ധ്യാനം. തിരിച്ചൊരു ചോദ്യം ചോദിക്കുക, എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ആ വ്യക്തിയുടെ ജീവിതത്തെ നിറവുള്ളതാക്കാൻ, ആ വ്യക്തിക്ക് വേണ്ടി എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ള ചോദ്യത്തോടു കൂടിയാണ് നെയ്ക്കൻ ധ്യാനം അവസാനിക്കുന്നത്. ഏറ്റവും മനോഹരമായ ധ്യാനങ്ങളിൽ ഒന്നാണ്. ഇത് സ്നേഹമാണ്. സ്നേഹത്തിന്റെ 3 ചോദ്യങ്ങളാണത്. അവസാനത്തേത് ഐ ഫോർഗീവ് യു. നമ്മളോടും തെറ്റ് ചെയ്ത മനുഷ്യരുണ്ട്. നമ്മൾ തെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളോടും തെറ്റ് ചെയ്ത മനുഷ്യരുണ്ട്. അവരോട് ക്ഷമിക്കാൻ സാധിച്ചാലുണ്ടല്ലോ, നമുക്ക് ചിറകുകൾ വളരും. ഒരു സംശയവും വേണ്ട. എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ട് ഈ 4ാമത് പറഞ്ഞതായിരുന്നു. ബാക്കി 3ഉം വലിയ കുഴപ്പമില്ലായിരുന്നു പണ്ട്. പക്ഷെ ഈ അവസാനത്തെ സംഗതിയിൽ ഞാൻ പലപ്പോഴും ഇടറി വീണിട്ടുണ്ട്. എനിക്ക് ക്ഷമിക്കാൻ പറ്റിയിരുന്നില്ല. ക്ഷമിക്കാൻ പറ്റാത്ത രീതിയിൽ എനിക്ക് കുറച്ച് മോശപ്പെട്ട ഓർമ്മകളും അനുഭവങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ട് ക്ഷമിക്കാൻ സാധിച്ചിരുന്നില്ല. പക്ഷെ അടുത്ത കാലത്ത് ഞാൻ അതും അച്ചീവ് ചെയ്തിരുന്നു. 4ാമത്തെ ഈ ഏറ്റവും ഡിഫിക്കൽട്ട് ടാസ്ക് ആണ് ഐ ഫോർഗീവ് യു. അതും സാധിച്ചിരുന്നു. അടുത്ത കാലത്ത്, വളരെ അടുത്ത കാലത്ത്, റീസെന്റ് പാസ്റ്റില് അതും അച്ചീവ് ചെയ്തിരുന്നു. ഇത് ശരിക്കും നമ്മളെ ചിറകുള്ളവനാക്കും. അതോടുകൂടി നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് ഉയർന്നു കഴിഞ്ഞു. നമ്മളെ പിടിച്ചു വലിക്കുന്ന ഒരു റിഗ്രറ്റ് ഇല്ല. നമ്മളെ പിടിച്ചു വലിക്കുന്ന ഒരു കുറ്റബോധമില്ല. ഒരു വിദ്വേഷ ചിന്തയില്ല. സ്നേഹമുണ്ട്, കൃതജ്ഞതയുണ്ട്, ക്ഷമ ചോദിക്കാനുള്ള തുറവിയുണ്ട്. നമ്മൾ പറക്കും. നമ്മൾ മാലാഖമാരായി. മനുഷ്യന്റെ അവസ്ഥ കഴിഞ്ഞ് നമ്മള് പൂമ്പാറ്റ ചിറകുകൾ വളരും നമ്മള്. അപ്പൊ ഇതാണ് കൺഫെഷൻ എന്ന് പറയുന്നത്. ഇത് അൾട്ടിമേറ്റ് ഗോൾ ആണ്. എന്നുവെച്ചാൽ നിമിഷം തോറും നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടതാണ്. പിന്നെ എന്തെന്ന് പറഞ്ഞാൽ നമ്മൾ ത്യാഗം പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് സാക്രിഫൈസ്. ത്യാഗം പഠിക്കണം. ത്യാഗം ആത്മീയതയുടെ ഒരു ഘടകമാണ്. സ്നേഹത്തിന്റെയും ഘടകമാണ്. നമ്മൾ സ്നേഹിക്കുന്ന വ്യക്തികൾക്ക് നമ്മുടെ കയ്യിലിരിക്കണ എന്തും നമ്മൾ കൊടുക്കില്ലേ? കൊടുക്കും. അത് അപ്പോൾ നമുക്ക് കിട്ടുന്ന ആനന്ദം എന്താണ്? നമ്മളെ ഏറ്റവും അധികം സ്നേഹിക്കുന്ന ഒരു വ്യക്തി നമ്മളോട് ഒരു സഹായം ചോദിക്കുക എന്ന് പറഞ്ഞാൽ അതിനപ്പുറത്തേക്ക് ഒരു ആനന്ദം നമുക്കില്ല. അല്ലേ? അയാൾക്ക് എന്തെങ്കിലും കൊടുക്കുമ്പോൾ നമുക്ക് എന്തുമാത്രം ആനന്ദം കിട്ടും? ഇതാണ് സ്നേഹത്തിന്റെ റൂളെങ്കിൽ ഇത് ഒരു വ്യക്തിയിലേക്ക് മാത്രം ചുരുക്കണോ? നമുക്ക് ഈ മുഴുവൻ പ്രപഞ്ചമായിട്ട് ഇങ്ങനെ ഒരു പ്രണയത്തിലായിക്കൂടെ? അതിനാണ് സ്പിരിച്വാലിറ്റി, അതിനാണ് ഭക്തി എന്ന് പറയുന്നത്. കൊടുക്കുമ്പോൾ കിട്ടുന്ന ഈ ആനന്ദം ഇല്ലേ? ത്യജിക്കുമ്പോൾ കിട്ടുന്ന ഈ ആനന്ദം. അപ്പൊ നമ്മൾ പ്രാക്ടീസ് സാക്രിഫൈസ്. ത്യാഗം പരിശീലിക്കണം. ഭാരതത്തിന്റെ അടിസ്ഥാന വാക്യം, ഈ ധർമ്മം കഴിഞ്ഞാൽ ഭാരതം ലോകത്തെ പഠിപ്പിച്ച ഒരു വാക്യം എന്താണ്? ത്യാഗമാണ്. ധർമ്മമാണ് ആദ്യത്തെ വാക്യം. ധർമ്മം കഴിഞ്ഞ് ഇന്ത്യക്ക് ഒരു വാക്കുണ്ടെങ്കിൽ അത് ത്യാഗമാണ്. ത്യാഗേ നൈകേ അമൃതത്വമാനശു. ത്യാഗത്തിലൂടെ മാത്രമാണ് അമരത്വം നേടുന്നത്. അപ്പൊ നമ്മൾ ഈ ത്യാഗം നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ പരിശീലിക്കണം. ത്യാഗം തുടങ്ങേണ്ടത് നമുക്ക് നമ്മുടെ ഇഷ്ടങ്ങൾ, കൊച്ചു കൊച്ചു ഇഷ്ടങ്ങൾ ത്യജിച്ചുകൊണ്ട് നമുക്ക് ത്യാഗം പരിശീലിക്കാം. അപ്പൊ ഇവിടെ പറയുന്നത് ചില ദിവസങ്ങളിൽ നമ്മൾ സാങ്കേതിക വിദ്യകളിൽ നിന്ന് അതിനെ ത്യജിക്കാൻ പഠിക്കണം. നമുക്ക് ഇഷ്ടപ്പെട്ട സാങ്കേതിക വിദ്യകളെ അകറ്റി നിർത്താൻ പഠിക്കണം. അത് നമ്മളെ അടിമത്തത്തിൽ നിന്ന്, സ്ലേവറിയിൽ നിന്ന് മോചിപ്പിക്കും. പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട ഇൻഡൽജ് ചെയ്യാൻ പറ്റുന്ന ഫുഡിൽ നിന്ന് നമ്മൾ അതിനെ സാക്രിഫൈസ് ചെയ്യണം. ഒരു നേരം അല്ലെങ്കിൽ ഒരു ദിവസമൊക്കെ സാക്രിഫൈസ് ചെയ്യണം. അതിൽ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മളെ കീഴടക്കുന്നത് 2 ഭക്ഷണങ്ങളാണ്. ഒന്ന് കാർബോഹൈഡ്രേറ്റും, 2 ഷുഗറി ഫുഡ്സും. ഇനി ഏത് ഫുഡാണ് ഞാൻ കട്ട് ചെയ്യേണ്ടതെന്ന് അറിയാൻ സംശയം ഉണ്ടെങ്കിൽ ഈ കാറ്റഗറിയിൽ വരുന്ന ഫുഡ് നിങ്ങൾ കട്ട് ചെയ്തോളൂ. ഏതൊക്കെയാണ്? ഷുഗറി ഫുഡ്, മധുരമുള്ള എല്ലാ ഭക്ഷണങ്ങളും, കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്ന ടാഗിൽ വരുന്ന എല്ലാ ഭക്ഷണങ്ങളും. പ്രോട്ടീനും വൈറ്റമിൻസും കട്ട് ചെയ്യേണ്ട കാര്യമില്ല. പിന്നെയോ പണം അധികമായി സ്പെൻഡ് ചെയ്യുന്നതിൽ നിന്ന് നമ്മൾ ത്യാഗം പരിശീലിക്കണം.
നമ്മൾ അനാവശ്യമായ ഷോപ്പിംഗ്, അനാവശ്യമായ ട്രീറ്റ്, അനാവശ്യമായ പർച്ചേസ്, അനാവശ്യമായ അങ്ങനെ ഒരുപാട് രീതിയിൽ നമ്മൾ പൈസ നമ്മുടെ പോകുന്നില്ലേ? അതിൽ നിന്ന് ഇടയ്ക്കൊക്കെ നമുക്ക് എന്ത് ചെയ്യണം? ഫാസ്റ്റ് ചെയ്യാം. നമുക്കൊന്ന് സാക്രിഫൈസ് ചെയ്യാം. ഈ 1 മാസത്തേക്ക് ഞാൻ എന്ത് ചെയ്യില്ല? ഞാൻ ഷോപ്പ് ചെയ്യില്ല എന്ന് നമുക്ക് തീരുമാനിക്കാം. 1 മാസം അല്ലെങ്കിൽ ഒരു 15 ദിവസം അല്ലെങ്കിൽ ഒരു 21 ദിവസം. അതിനുശേഷം ആവാം. ജീവിതകാലം മുഴുവൻ വേണ്ടെന്ന് വെക്കുമ്പോഴാണല്ലോ പ്രശ്നം. അപ്പൊ ഇത് സ്പിരിച്വാലിറ്റിയാണ്. ഇനി നമുക്ക് എപ്പോഴും ഒരു സ്വാധ്യായത്തിനുള്ള ഒരു പുസ്തകം നമ്മുടെ കൂടെ വേണം. ഇത് അൾട്ടിമേറ്റ് ഗോളിൽ പെടുന്നതാണ്. ഒരു പുസ്തകവും ഇല്ലെങ്കിൽ നമ്മൾക്ക് നമ്മുടെ ലൈഫിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നില്ലെന്ന് തന്നെ വെച്ചോളൂ. നിങ്ങൾക്ക് ദിവസവും വായിക്കാൻ ഒരു 2ഓ 3ഓ പേജ് വായിക്കാനും വായിച്ചതിലേറെ സമയം കോൺടെംപ്ലേറ്റ് ചെയ്യാനും ധ്യാനിക്കാനും ഒരു പുസ്തകമില്ലെങ്കിൽ അതൊരു കുറവാണ്. അത് മസ്റ്റായിട്ട് വേണം. ഞാൻ വളരെ കാലം അത്തരം പഥ്യമായിട്ട് അത് കൊണ്ടു നടന്നിരുന്നു. ഇപ്പോഴും ഉണ്ട്. പക്ഷേ നമ്മുടെ സാധനയുടെ നല്ല സമയങ്ങളിലൊക്കെ ഇതുപോലുള്ള ഗ്രന്ഥങ്ങൾ എന്നെ സഹായിച്ചിട്ടുണ്ട്. അതിലുള്ളതാണ് രാമകൃഷ്ണ വചനാമൃതം. 3 വോളിയം ഉണ്ട്. യോഗവാസിഷ്ടം ദിവസേന വായിക്കുമായിരുന്നു. ഓഷോയുടെ ഉപനിഷത്ത് പാഠങ്ങൾ, സെൻ കഥകളെ കുറിച്ചിട്ടുള്ള കമന്ററീസ് ഇതൊക്കെ ദിവസേന വായിച്ചിരുന്നു. പ്രധാനമായിട്ട് ഈ 3 പുസ്തകങ്ങളാണ് വായിച്ചിട്ടുണ്ട്. യോഗവാസിഷ്ടം, രാമകൃഷ്ണ വചനാമൃതം, ഓഷോ. ഈ 3 ഗ്രന്ഥങ്ങൾ തുടർച്ചയായി വായിച്ചിരുന്നു. അതിന് ഫലമുണ്ട് കേട്ടോ. ആ പുസ്തകങ്ങൾ വായിച്ചു തീരുമ്പോൾ തുടങ്ങിയാൽ നമ്മളായിരിക്കില്ല അത് വായിച്ചു നിർത്തുന്നത്. അത്രയും എൻലൈറ്റൻഡ് ആയിരിക്കും നമ്മൾ. അപ്പൊ ഇതുപോലുള്ള പുസ്തകങ്ങൾ നമ്മൾ നമ്മുടെ പുസ്തകം ചൂസ് ചെയ്യുക. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. നമ്മൾ നമ്മുടെ പുസ്തകം ചൂസ് ചെയ്യുക. ചൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കുറച്ച് മാത്രം വായിക്കുക. ഒരു 50 പേജ് ഒരു ദിവസം വായിക്കും എന്ന് പറഞ്ഞിട്ട് സ്പിരിച്വൽ പുസ്തകം എടുക്കരുത്. കാര്യം ഈ 50 പേജിലും ഒരേ കാര്യങ്ങൾ തന്നെ പല രീതിയിൽ എഴുതിയേക്കുക. അപ്പൊ നമ്മൾ വായിച്ച് തീർക്കുക, വായിച്ച് തള്ളുക എന്നുള്ളതിനകത്ത് കാര്യമൊന്നുമില്ല. വായിച്ച് എടുക്കുക എന്നുള്ളതിനകത്താണ് കാര്യം. അത് 1 പേജെങ്കിൽ 1 പേജ്. ഒരു 3 പേജ് കൂടുതൽ സ്പിരിച്വൽ പുസ്തകം വായിക്കുന്നത് തന്നെ മോശം. അത് നോവൽ പോലെ വായിച്ച് തള്ളാനുള്ളതല്ല. ഇനി ലേൺ സം മെഡിറ്റേഷൻ പ്രാക്ടീസ്. നമുക്ക് കുറച്ചെന്തെങ്കിലും ഒരു ധ്യാനമൊക്കെ നമ്മൾ പഠിച്ചിരിക്കണം. അതിനാണ് ഞാൻ ആദ്യം പറഞ്ഞത് മിറാക്കിൾ മൈൻഡ് എന്ന് പറയുന്ന ആപ്പ് നമ്മളെ സഹായിക്കും. അല്ലെങ്കിൽ ഇതുപോലുള്ള ധാരാളം മെഡിറ്റേഷൻ ടെക്നിക്സ് നമുക്ക് യൂട്യൂബിൽ കിട്ടും. അതിൽ ഇതുപോലുള്ള അതോറിറ്റിയിൽ നിന്ന് നമ്മളത് എടുക്കുക. ആധികാരികതയുള്ള മനുഷ്യരിൽ നിന്ന്, ഗുരുക്കന്മാരിൽ നിന്ന്, മാതാപ്രധാനമായി സദ്ഗുരു അതുപോലുള്ള ആധികാരികതയുള്ള ആൾക്കാരിൽ നിന്നുള്ള ഗൈഡൻസ് സ്വീകരിക്കുക. പറ്റുമെങ്കിൽ കുറച്ച് സംസ്കൃതം കൂടെ മനസ്സിലാക്കിയിരുന്നു. സംസ്കൃതം പഠിക്കാന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. ഒരുപാട് ടൈം കൺസ്യൂമിംഗ് ആണ്. പക്ഷെ എന്നാൽ പോലും നമ്മൾ ഈ ശ്ലോകം കേൾക്കുമ്പോൾ നമുക്കത് കേൾക്കുമ്പോൾ ഒരു അന്യഭാഷ കേൾക്കുന്ന പോലെ തോന്നാതിരിക്കണമെങ്കിൽ കുറച്ചൊരു സംസ്കൃതം കൂടി അറിഞ്ഞിരുന്നാൽ നന്നാവും. അതിന്റെ കുറച്ച് മീനിങ് മാത്രം മനസ്സിലാക്കിയിരിക്കും. വാക്കർത്ഥം മനസ്സിലാക്കിയിരിക്കും. ഇപ്പൊ ഇവിടെ തന്നെ ഞാൻ എന്താ പറയാ പലതും പറഞ്ഞിട്ടില്ലേ? ഏതയോർ മധ്യേ സാമഞ്ജസ്യം ആവശ്യകം. ഇത് പലതും നമുക്ക് അറിയാവുന്നതാണ്. സാമഞ്ജസ്യം എന്ന് പറഞ്ഞാൽ ഹാർമണി. ഏതയോർ മധ്യ എന്ന് പറഞ്ഞാൽ ഇതിന് രണ്ടിനും ഇടയിൽ. അപ്പൊ ഇതുപോലുള്ള കുറച്ച് മിനിമം സംസ്കൃതം പഠിച്ചിരിക്കുക. അത് നമ്മളെ ഒരു സ്പിരിച്വൽ പ്രാക്ടീസ് ആയിട്ട് കൂട്ടുക. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നതിന് മുമ്പും എന്ത് ചെയ്തതിന് ശേഷവും അത് ദൈവത്തെ ഓർക്കുക. നമ്മുടെ പേഴ്സണൽ ഗോഡിനെ ഓർക്കുക. എല്ലാവർക്കും ഒരു പേഴ്സണൽ ഗോഡ് വേണം. നമുക്കിഷ്ടപ്പെട്ട, നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന, നമുക്ക് ഏറ്റവും അധികം റിലേഷൻ തോന്നിയിട്ടുള്ള ഒരു ദൈവ സങ്കല്പം നമുക്കുണ്ടായിരിക്കണം. അതുമായിട്ടൊരു ലവ് അഫെയർ തന്നെ ഉണ്ടായിരിക്കണം. ഒരു ബന്ധം തന്നെ ഉണ്ടായിരിക്കണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നതിന് മുമ്പും പുള്ളിയുടെ കാര്യം പറയുക. ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇപ്പൊ ഉദാഹരണത്തിന് ഞാനൊരു എക്സാമിന് വേണ്ടി പഠിക്കാൻ തുടങ്ങി. എനിക്ക് ഇപ്പോൾ PSC പരീക്ഷ വരുവാണ്. PSC പരീക്ഷയ്ക്ക് വേണ്ടി ഞാൻ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. അത് ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ട് തുടങ്ങുക. എനിക്കിതിൽ വിജയം വരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തുടങ്ങുക. എന്നിട്ട് നല്ല ഇന്റൻസ് ആയിട്ട് പഠിക്കുക, പോയി പരീക്ഷ എഴുതുക. പരീക്ഷ എഴുതി കഴിഞ്ഞാലോ ആ നിമിഷം ഈ ഭാരം ഉണ്ടല്ലോ അതെടുത്ത് ഭഗവാന്റെ കയ്യിലേക്ക് കൊടുത്തിട്ട് പറയണം, ഞാൻ ചെയ്യാനുള്ളത് ഞാൻ ഭംഗിയായി ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൽ എന്താണോ അങ്ങ് ഉദ്ദേശിക്കുന്നത് അത് നടക്കട്ടെ. ഇതിന്റെ ഫലത്തെക്കുറിച്ച് ഇനി ഞാൻ ആകുലപ്പെടില്ല. എനിക്ക് കിട്ടാനുള്ളതാണെങ്കിൽ കിട്ടും, അല്ലെങ്കിൽ ഇല്ല. എന്തു തന്നെയായാലും ഞാൻ അതിനെ സ്വീകരിക്കാൻ തയ്യാറാണ്.
എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ ഈശ്വരനിലേക്ക് സമർപ്പിച്ചേക്കുക. ഇത് നമ്മളെ ഏറ്റവും അധികം സ്ട്രെസ്സിൽ നിന്നും ആങ്സൈറ്റിയിൽ നിന്നും റിലീസ് ചെയ്യുന്ന ഒരു പ്രാക്ടീസ് ആണ്. അല്ലാണ്ട് ഇത് അന്ധവിശ്വാസം എന്ന് പറഞ്ഞ് തള്ളരുത്. ഈശ്വരൻ അന്ധവിശ്വാസമാണെങ്കിലും സ്ട്രെസ്സും ആങ്സൈറ്റിയും അന്ധവിശ്വാസമല്ലല്ലോ. അത് നമുക്കുണ്ടല്ലോ. അതാണ് പ്രശ്നം. അതും കൂടെ ഇല്ലെങ്കിൽ നമുക്ക് ഈശ്വരനെ തള്ളിക്കളയായിരുന്നു. പക്ഷേ ഈശ്വരനെ തള്ളിക്കളഞ്ഞിട്ടും സ്ട്രെസ്സും ആങ്സൈറ്റിയും നിലനിൽക്കുന്നെങ്കിൽ അതൊരു നല്ല അവസ്ഥയല്ല. അതുകൊണ്ട് നമുക്കൊരു ഈശ്വരനെ അവിടെ വേണം. നമ്മുടെ ഭാരങ്ങളും നമ്മുടെ ആകുലതകളും നമ്മുടെ ആങ്സൈറ്റിയും എല്ലാം കൊടുക്കാൻ സമർപ്പിക്കാൻ ഒരാൾ അവിടെ വേണം. ഈ ആങ്സൈറ്റി വരുന്നത് ഞാൻ ചെയ്ത പ്രവൃത്തിയുടെ ഫലം എനിക്ക് വേണം എന്നുള്ള ഒരു പിടിവാശിയിൽ നിന്നാണ്. ഫലം എപ്പോഴും നമുക്ക് അനുകൂലമായിക്കൊള്ളണമെന്നില്ല. അനുകൂലമാവാം, പ്രതികൂലമാവാം, ന്യൂട്രൽ ആകാം. ഈ 3 രീതിയിൽ അത് വരാം. ഏത് വന്നാലും അത് സ്വീകരിക്കണമെങ്കിൽ ഇതുപോലൊരു പരിശീലനം കൂടി ആവശ്യമാണ്. എപ്പോഴും ആവശ്യമാണ്. പിന്നെ എപ്പോഴും നമുക്കൊരു സോളിറ്റ്യൂഡ് വേണം. സോളിറ്റ്യൂഡിൽ പോയിരിക്കാൻ നമുക്ക് കുറച്ച് സമയമെങ്കിലും, ഞാൻ നേരത്തെ പറഞ്ഞ ഒരു മീ ടൈം നമുക്ക് ആവശ്യമാണ്. പിന്നെന്ന് വെച്ചാൽ കഴിവിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം? ഹെൽപ്പ് ചെയ്യണം. ഹെൽപ്പ് എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ, കഴിവിനനുസരിച്ച് ഹെൽപ്പ് ചെയ്യുക. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഈ ഹെൽപ്പ് ചെയ്യുന്നത് സീക്രട്ട് ആയിട്ട് വെക്കുക. കാര്യം എല്ലാ മനുഷ്യരും ഹെൽപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ റെക്കഗ്നിഷന് വേണ്ടിയിട്ടുള്ള ഒരു ആഗ്രഹം വരും. ചെയ്ത ആളോ അല്ലെങ്കിൽ കണ്ടു നിൽക്കുന്നവരോ നമ്മളെ അനുമോദിക്കണം, അംഗീകരിക്കണം എന്നൊരു ആഗ്രഹം നമ്മുടെ ഉള്ളിൽ വരും. ഇത് ബുദ്ധിമുട്ടുണ്ടാക്കും ഭാവിയിൽ. ഇത് നമ്മളെ ഹിപ്പോക്രാറ്റ് ആക്കി മാറ്റും. നമ്മൾ അതിനു വേണ്ടിയിട്ട് പിന്നെ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങും. അത് ഒഴിവാക്കാൻ വേണ്ടി കേട്ടിട്ടില്ലേ, വലത് കരം കൊടുക്കുന്നത് ഇടത് കരം അറിയരുതെന്ന് പറയും. അപ്പം ഈ ഈഗോ വർക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? ഇപ്പൊ പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്, പല കുട്ടികളെയും സ്പോൺസർ ചെയ്യുന്നത് അജ്ഞാതനാണ്. പലപ്പോഴും ഈ അനാഥാലയത്തിൽ പല കുട്ടികളെയും സ്പോൺസർ ചെയ്യും. പക്ഷെ അവർ പേര് വെളിപ്പെടുത്തില്ല. പകരം പൈസ അയച്ചു കൊടുക്കും. എന്നിട്ട് പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഒരാളാണ് ആ കുട്ടിയെ സ്പോൺസർ ചെയ്യുന്നത്. ഒരു കാലത്ത് ഒരു മനുഷ്യനും അറിയാൻ പോകുന്നില്ല ആരാണ് സ്പോൺസർ ചെയ്തത്. ഈ കുട്ടി അറിയാൻ പോകുന്നില്ല തന്നെ ആരാണ് സ്പോൺസർ ചെയ്തത്. അപ്പൊ ഈ രീതിയിൽ അനോണിമസ് ആയിട്ട് ഇത് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഈഗോ വരാതിരിക്കാനാണ്. അപ്പം നമ്മളത് സീക്രട്ട് ആയിട്ട് ചെയ്യുക. അത് സ്പിരിച്വൽ പ്രാക്ടീസ് ആണ്. അംഗീകാരത്തിന് വേണ്ടി ചെയ്യുന്നതല്ല, അത് രഹസ്യമായി ചെയ്യാൻ. ഈശ്വരൻ കണ്ടോളും. കാണേണ്ടവർ കണ്ടോളും. പ്രപഞ്ചത്തിന് മുമ്പ് നമുക്കൊന്നും ഒളിക്കാൻ പറ്റില്ല. പ്രപഞ്ചം അത് കണ്ടോളും. മറ്റൊന്നെന്ന് പറഞ്ഞാൽ കുറച്ച് സെർവ് ചെയ്യാൻ പഠിക്കുക. സർവീസ്, മറ്റുള്ള മനുഷ്യരെ സഹായിക്കാൻ പഠിക്കുക. പ്രത്യേകിച്ചും കുട്ടികളെ പരിശീലിപ്പിക്കുക. കുട്ടികളുള്ളവരാണെങ്കിൽ കുട്ടികളെയും കൊണ്ട് എപ്പോഴെങ്കിലും അനാഥാലയത്തിലോ അങ്ങനെയുള്ള സ്ഥലങ്ങളിലോ പോയിട്ട് ചെറിയ എന്തെങ്കിലും കൊടുത്താൽ മതി. നമ്മുടെ കഴിവിനനുസരിച്ച് കൊടുക്കുന്നത് കുട്ടികളെ കൊണ്ട് കൊടുപ്പിക്കുക. അത് അവർക്ക് ഭയങ്കര പ്ലഷർ കൊടുക്കും. അവർക്ക് ഈ കൊടുക്കുന്നതിന്റെ ആനന്ദം അവരറിയും. എമ്പതി അവരിൽ വളരും. അപ്പം ഒരു നേരത്തെ ഫുഡ് നമുക്ക് സ്പോൺസർ ചെയ്യാം. ചിലപ്പോൾ നമുക്ക് അനാഥാലയം ഉണ്ടെങ്കിൽ, എന്നിട്ട് അവിടെ പോയിട്ട് നമുക്ക് വിളമ്പി കൊടുക്കാം. അപ്പോൾ വിളമ്പി കൊടുക്കുമ്പോൾ നമ്മുടെ കുട്ടിയെ കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളെ കൊണ്ട് അത് വിളമ്പിക്കുക. അതൊരു നല്ല പരിശീലനമായിരിക്കും. അവസാനമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ധ്യാനം തന്നെയാണ്. എന്താണ്? ധ്യാനിക്കുക, ഇരിക്കുക, സ്റ്റില്ലായിട്ടിരിക്കുക. നിശ്ചലമായിട്ടിരുന്നിട്ട് എന്താണ് അറിയേണ്ടത്? ബി സ്റ്റിൽ ആൻഡ് നോ ദാറ്റ് ഐ ആം ഗോഡ്. ബി സ്റ്റിൽ ആൻഡ് നോ ദാറ്റ് ഐ ആം ഗോഡ്. ഈ അദ്വൈത ജ്ഞാനമാണ് പിന്നീട് വേണ്ടത്. അത് അൾട്ടിമേറ്റ് ആയിട്ടുള്ള ജ്ഞാനമാണ് ഈ പറഞ്ഞത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് സ്പിരിച്വൽ പ്രാക്ടീസിൽ വരുന്നത്. സ്പിരിച്വൽ പ്രാക്ടീസ് ഇതിൻ്റെ ഒപ്പം തന്നെ പോണം. ഭൗതികമായ കാര്യങ്ങൾ ടൈമിനനുസരിച്ച് പോകണം. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ, നിങ്ങൾ മനസ്സിൽ ഒരു ക്രോസ്, ഒരു കുരിശ് മനസ്സിൽ കാണുക. ഈ കുരിശിന് 2 ഭാഗങ്ങളുണ്ട്. ഹൊറിസോണ്ടൽ ആയിട്ട് പോകുന്ന ഒരു ഭാഗമുണ്ട്, വെർട്ടിക്കൽ ആയിട്ട് പോകുന്ന ഒരു ഭാഗമുണ്ട്. ഈ ഹൊറിസോണ്ടൽ ആയിട്ട് പോകുന്നതാണ് നമ്മുടെ ആയുസ്. ഈ ഹൊറിസോണ്ടൽ ആയിട്ട് പോകുന്ന ആയുസ്സിൽ നമ്മൾ അച്ചീവ് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഭൗതികമായ കാര്യങ്ങൾ. 80-20 റൂൾസ് ഉപയോഗിച്ച് നമ്മൾ വ്യക്തതയോടെ കണ്ടെത്തിയ കാര്യങ്ങൾ. സ്മാർട്ട് എന്ന് പറയുന്ന ഗോൾ സെറ്റിങ്ങിലൂടെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഗോൾ. അടുത്ത 1 വർഷത്തിനുള്ളിൽ ഞാൻ അച്ചീവ് ചെയ്യേണ്ട കാര്യങ്ങൾ, അത് ഷോർട്ട് ടൈം ഗോൾ. അടുത്ത 2-3 വർഷത്തിനുള്ളിൽ
ഞാൻ അച്ചീവ് ചെയ്യേണ്ട കാര്യങ്ങൾ, അതൊരു ഇന്റർമീഡിയറ്റ് ഗോൾ. അടുത്ത 5 വർഷത്തിനുള്ളിൽ ഞാൻ അച്ചീവ് ചെയ്യേണ്ട കാര്യങ്ങൾ, അത് ലോങ് ടൈം ഗോൾ. ഇതിനപ്പുറത്ത് 30 വർഷത്തിനുള്ളിൽ അച്ചീവ് ചെയ്യണമെന്നൊന്നും പറഞ്ഞേക്കല്ലേ. 30 വർഷമൊന്നും ഗോൾ സെറ്റ് ചെയ്തേക്കരുത്. 1, 2, മാക്സിമം 5. 5-നുള്ളിൽ നമ്മളൊരു കാര്യം ചെയ്യണം. നമുക്കൊരു അച്ചീവ് ചെയ്യാൻ ഒരു കാര്യം ഉണ്ടായിരിക്കണം. അതിനെയാണ് ലോങ് ടൈം ഗോൾ എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ കാലത്ത് 5 വർഷത്തിനുള്ളിൽ അച്ചീവ് ചെയ്യാവുന്ന ഗോളുകൾ വെക്കാൻ വളരെ എളുപ്പമാണ്. ഇപ്പൊ നിങ്ങൾക്ക് റിച്ച് ആവണം എന്നാണ് ആഗ്രഹമെങ്കിൽ 5 കൊല്ലത്തിനുള്ളിൽ റിച്ച് ആവാം. അതിനുള്ള വഴികൾ ഇന്നത്തെ ലോകത്ത് ഒരുപാട് തുറന്നു കിടപ്പുണ്ട്. അത് അറിയണമെന്ന് മാത്രം. ഇൻവെസ്റ്റ് ചെയ്യാൻ അറിയാവുന്ന ഒരാൾക്ക്, ട്രേഡ് ചെയ്യാൻ അറിയാവുന്ന ഒരാൾക്ക് 5 വർഷമൊക്കെ അധികമാണ് റിച്ച് ആവാൻ. പക്ഷെ അത് അറിയണം, പഠിക്കണം, അത്ര മാത്രമേ ഉള്ളൂ. അപ്പൊ അങ്ങനെ ഒരുപാട് ഓപ്പർച്യൂണിറ്റി നമ്മുടെ ഈ ലോകത്തുണ്ട്, ഒരുപാട് അവസരങ്ങൾ തുറന്നു കിടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 5 വർഷത്തിനപ്പുറത്തേക്ക് ഒരു കണക്കുകൂട്ടല് സത്യം പറഞ്ഞാൽ നമ്മുടെ ഗോളിന്റെ വ്യക്തത കുറയാനേ നമ്മളെ സഹായിക്കും. നമ്മുടെ ലോങ് ടൈം എന്ന് പറയുമ്പോൾ പോലും അത് 5 നിജപ്പെടുത്തുക. 5-നുള്ളിൽ നമ്മളത് എന്ത് ചെയ്യണം, എന്ത് തന്നെയായാലും അത് അച്ചീവ് ചെയ്യാനുള്ള ഒരു ഉറപ്പ് നമുക്കുണ്ടായിരിക്കണം. അപ്പൊ ഇതാണ് ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ലൈൻ. ഇങ്ങനെ ഹൊറിസോണ്ടലായി പോകുമ്പോൾ ഏതയോർ മധ്യേ സാമഞ്ജസ്യം ആവശ്യകം. ഇതിനിടയ്ക്ക് എന്ത് വേണം? സ്പിരിച്വൽ ഗോൾ എപ്പോഴും വേണം. സ്പിരിച്വൽ ഗോൾ എന്ന് പറയുന്നത് വെർട്ടിക്കലാണ്. വെർട്ടിക്കൽ എന്ന് പറഞ്ഞാൽ താഴോട്ടാണ് പോകുന്നത്. മുമ്പോട്ട് പോകുന്നതിന് പോലെ തന്നെ നമ്മൾ താഴോട്ടും പോയിക്കൊണ്ടിരിക്കണം. സ്പേസിൽ മൂവ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഡീപ്പായിട്ട് സ്പിരിച്വലി നമ്മൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കണം. എയിൽ നിന്ന് ബിയിലേക്കും ബിയിൽ നിന്ന് സിയിലേക്കും ഉള്ളത് മാത്രമല്ല ലൈഫ്. എയിൽ നിന്ന് A1, A2, A3, A4 എന്നുള്ള ആ ഡെപ്തിലേക്ക് പോകുന്നതും ലൈഫാണ്. ഡെപ്തിലേക്ക് പോകുന്നതിനാണ് നമ്മൾ മെഡിറ്റേഷൻ, ധ്യാനം, സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത്. ഇത് രണ്ടും കൂടെ ഏതയോർ മധ്യേ സാമഞ്ജസ്യം എന്ന് പറയുന്നത്, ഇതിന് രണ്ടിനും ഇടയ്ക്ക് ഒരു ഹാർമണി സംഭവിക്കുമ്പോഴാണ് ജീവിതത്തിൽ നമ്മൾ വെൽ പ്രിപ്പയർഡ് ആകുന്നത്. പിന്നെ നമ്മൾ എന്ത് വന്നാലും കുലുങ്ങില്ല. എന്ത് പ്രശ്നം ഉണ്ടായാലും നമുക്ക് ഒന്ന് വീണേക്കാം, പെട്ടെന്ന് തന്നെ ചാടി എഴുന്നേൽക്കാം. ഞാൻ പണ്ട് ഈ MMA ക്ലാസ്സിൽ പോയിട്ട് ഇങ്ങനെ ചോദിച്ചു, ഇവിടെ എന്താണ് പഠിപ്പിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പൊ അവര് പറഞ്ഞ ഒരു മറുപടി ഉണ്ട്, ഇവിടെ ഞങ്ങൾ അടിക്കാനല്ല പഠിപ്പിക്കുന്നത്, അടി കൊണ്ട് വീണിട്ട് എഴുന്നേൽക്കാനാ പഠിപ്പിക്കുന്നത്. എനിക്ക് ആ മറുപടി ഇഷ്ടമായി ആ മാഷിന്റെ. ഇവിടെ നിങ്ങളെ മറ്റുള്ളവരെ തല്ലാനോ തല്ലിക്കൊല്ലാനോ അല്ല പഠിപ്പിക്കുന്നത്. നിങ്ങൾക്കൊരു തല്ല് കിട്ടി നിങ്ങൾ വീണ് കഴിഞ്ഞാൽ അവിടുന്ന് എഴുന്നേറ്റ് വരാനാണ് ഞങ്ങൾ ഇത് മുഴുവൻ പഠിപ്പിക്കുന്നത്. ഇവിടെ പഠിപ്പിക്കുന്ന MMA, മിക്സഡ് മാർഷ്യൽ ആർട്സ് എന്ന് പറഞ്ഞാൽ തല്ല് കിട്ടി വീണിട്ട് എണീറ്റ് വരാനാണ്. ആ മറുപടി എനിക്ക് ഇഷ്ടമായി. അറ്റാക്ക് അല്ല പഠിപ്പിക്കുന്നത്. പിന്നെയോ റെസീലിയൻസ്, അതാണ് വ്യത്യാസം. അറ്റാക്കും അല്ല, ഡിഫൻസും അല്ല, പിന്നെ എന്താണ്? റെസീലിയൻസ്, തിരിച്ചു വരവ്. ഇതാണ് നമ്മൾ പഠിക്കേണ്ടത്. അത് മാർഷ്യൽ ആർട്സിലായാലും ശരി. അത് പറഞ്ഞ പോലെ തന്നെ അവര് അടി കൊണ്ട് വീണിട്ട് എണീക്കാൻ തന്നെ അവിടെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. ബോഡി ടോണിങ്, വീഴാൻ പഠിപ്പിക്കും, വീണിട്ട് എണീക്കാൻ പഠിപ്പിക്കും. ശരീരത്തെ ബലപ്പെടുത്തുക, കോർ മസിൽസിനെ ബലപ്പെടുത്തുക, പുതിയ പുതിയ പല ടെക്നിക്സും അവിടെ പഠിപ്പിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചു. സാധാരണ ഇടിയും തടയും മാത്രമാണ് എല്ലായിടത്തും പഠിപ്പിക്കുക, സാധാരണ കൺവെൻഷനലായിട്ട്. പക്ഷെ ഇപ്പൊ പുതിയ ഹൈബ്രിഡ് ആയിട്ടുള്ള മാർഷ്യൽ ആർട്സ് ഒക്കെ വന്നു കഴിഞ്ഞു. അതിൽ പഠിപ്പിക്കുന്നത് അടി കൊണ്ട് വീണിട്ട് എണീക്കാനാ. അടി കൊണ്ടാൽ ഒന്നും പറ്റാതിരിക്കാനാ പഠിപ്പിക്കുന്നത്, തിരിച്ചു വരാനാ പഠിപ്പിക്കുന്നത്. അപ്പൊ ഇത് രണ്ടും ഇവയ്ക്കിടയിൽ ഒരു ഹാർമണി ഉണ്ടായി കഴിഞ്ഞാൽ, നിങ്ങളുടെ പ്രാഥമികമായ ലക്ഷ്യത്തിനും ആത്യന്തികമായ ലക്ഷ്യത്തിനും മധ്യേ ഒരു സാമഞ്ജസ്യം ഉണ്ടായി കഴിഞ്ഞാൽ എന്ത് പ്രശ്നം വന്നാലും നമുക്ക് നേരിടാൻ പറ്റും. എത്ര അടി കിട്ടിയാലും നമ്മൾ എഴുന്നേറ്റ് വരും. നമ്മൾ തകർന്നു പോകില്ല, തളർന്നു വീഴില്ല. നമ്മൾ അന്തസ്സായിട്ട് മുമ്പോട്ട് പോകും. അന്തസ്സായിട്ട് നമ്മൾ നമ്മുടെ വിധിയെ സ്വീകരിച്ചുകൊണ്ട്, ചെയ്യാവുന്നതൊക്കെ ചെയ്തുകൊണ്ടും മാറ്റാവുന്നതൊക്കെ മാറ്റിക്കൊണ്ടും മാറ്റാൻ പറ്റാത്തതിനെ സ്വീകരിച്ചുകൊണ്ടും അന്തസ്സായിട്ട് നമ്മൾ മുമ്പോട്ട് പോകും. ഓരോ ദിവസവും നമ്മൾ മുമ്പോട്ട് പോകും. ഈശ്വരന് സമർപ്പിച്ചുകൊണ്ട് ആരംഭിക്കും, ഈശ്വരന് സമർപ്പിച്ചുകൊണ്ട് നമ്മൾ അവസാനിപ്പിക്കും. ആത്യന്തികമായി ഈ ജീവിതം എന്ന് പറയുന്നത് ദിവസങ്ങൾ മാത്രമാണ്. വെറും ദിവസങ്ങൾ മാത്രം. വർഷങ്ങളോ മാസങ്ങളോ ആഴ്ചകളോ നിലനിൽക്കുന്നില്ല. നിലനിൽക്കുന്നത് ദിവസങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് അനുനിമിഷം, അനുദിനം ചെയ്യേണ്ടതാണ് ആത്യന്തികമായ ലക്ഷ്യങ്ങൾ, അൾട്ടിമേറ്റ് ഗോൾ. അപ്പൊ അൾട്ടിമേറ്റ് ഗോൾ ഫിക്സ് ചെയ്യുക, പ്രൈമറി ഗോൾ സെറ്റ് ചെയ്യുക, എന്നിട്ട് അന്തസ്സായിട്ട് ജീവിക്കുക. ഇന്നത്തെ ക്ലാസ് ഇവിടെ പൂർണ്ണമാകുന്നു.